തദ്ദേശപ്പോരിൽ ഇന്ന് UDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ AB അനീഷാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സ്വാഗതം. LDF-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിലവിലെ ജനപ്രതിനിധിയും LDF-ന്റെ നമ്മളോടൊപ്പം പങ്കെടുക്കുവാനായിട്ട് K പ്രദീപ് അവറുകളാണ് ചേരുന്നത്. സ്വാഗതം. ഈ ഒരു ചർച്ച തുടങ്ങുന്നതിന് മുൻപ് മീഡിയ ഫോർ ഒരു കാര്യമൊന്ന് വ്യക്തമാക്കുകയാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെ നാമനിർദ്ദേശ പത്രിക കൊടുത്ത സമയം മുതൽ ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന ഒരു ടൈറ്റിലിൽ ഒരു പ്രോഗ്രാമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ചത്. അത് പൊതുവായി വോട്ടർമാർ എന്തു പറയുന്നു, അവരുടെ അഭിപ്രായം എന്താണ്, നിലവിൽ 5 വർഷം അവർ ഭരണ സംവിധാനത്തെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണ സംവിധാനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എല്ലാം അവർ തുറന്നു പറഞ്ഞു. തുടർന്ന് ഞങ്ങൾ സ്ഥാനാർത്ഥിക്കൊപ്പമാണ് സഞ്ചരിച്ചത്. സ്ഥാനാർത്ഥിയാകുന്നവർ ജയിച്ചു വന്നാൽ ഏതെല്ലാം വികസന പ്രവർത്തനങ്ങൾ അവരുടെ വാർഡിൽ, അവരുടെ പഞ്ചായത്തിൽ കാഴ്ചവെക്കും എന്നതെല്ലാം ഒരു തുറന്ന ചർച്ചയായിരുന്നു. ഒടുവിൽ ഞങ്ങൾ തദ്ദേശ പോരെന്ന ഈ ഒരു പരിപാടിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഞങ്ങളെ ഈ ഒരു പ്രോഗ്രാം വല്ലച്ചിറയും പാറളവും ചേർപ്പുമെല്ലാം കടന്ന് അവണിശ്ശേരിയിൽ എത്തി നിൽക്കുമ്പോൾ 3 പാർട്ടിയുടെ നേതൃത്വത്തെയും കൃത്യമായി ഇതിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ അടക്കം വിളിച്ചറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷണിതാക്കളായി വന്നവരാണ് ഇതിനു മുൻപും ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത്. അവണിശ്ശേരിയിലും സമാനമായ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന, നിലവിൽ പഞ്ചായത്ത് ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളോടും മീഡിയ ഫോർ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, ഇങ്ങനെയൊരു ചർച്ച ഞങ്ങൾ വയ്ക്കുന്നുണ്ട്, അവിടേക്ക് നിങ്ങൾ വരണമെന്ന്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് ഈ ചർച്ചയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധി പോലും പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ ഇവരോട് തന്നെ ചോദിക്കണം, ശ്രീ K പ്രദീപ്, നിങ്ങളെ അടക്കം ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടാണല്ലോ ഇവിടേക്ക് വന്നത്. നിങ്ങൾക്കും തിരക്കൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഈ തിരക്കിൻ്റെ ഇടയിൽ ഓടി വരാൻ കാണിച്ച സ്നേഹത്തിന് നന്ദി. അനീഷ് അവർ, നിങ്ങളെയും ഞങ്ങൾ സ്നേഹത്തോടു കൂടിയാണ് ക്ഷണിച്ചത്. ഈ തിരക്കുകളുടെ ലോകത്താണല്ലോ നിങ്ങൾ രണ്ടുപേരും. തെരഞ്ഞെടുപ്പിന്റെ തിരക്കിൽ അതെയോ വെറുതെ ഇരിക്കുവാണോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിരിക്കാനും നിൽക്കാനും സമയമില്ല. രണ്ടുപേരും അങ്ങനെ തന്നെയല്ലേ? അദ്ദേഹമാണ് ഈ സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥി പര്യടനം നടത്തുമ്പോൾ കേവലം ഒരു 2 മണിക്കൂർ ഞങ്ങൾക്കൊക്കെ മാറ്റി വെക്കണം. ഈ ഷൂട്ട് നടക്കുമ്പോൾ 1 മണിക്കൂർ ആവണം. 1 മണിക്കൂർ മുന്നേ ഇവിടെ എത്തണം. അങ്ങനെ കൃത്യമായിട്ടൊക്കെ സമയം പാലിച്ചാൽ നിങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തിരക്കില്ലാത്തതൊന്നും അല്ല. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയമാണ്. എന്നിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ പ്രസക്തമായ ഒരു വേദി ആയതുകൊണ്ട് മാത്രമാണ്. കാരണം ഇത്തരം മീഡിയയിലൂടെ വേണം ഈ നാട്ടിലെ വികസനവും വികസനമില്ലായ്മയൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാധ്യമമാണ് ദൃശ്യമാധ്യമങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ നന്മ ഉദ്ദേശിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത്തരം പരിപാടികൾ പങ്കെടുത്ത് ആ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥത അല്ലെങ്കിൽ അർപ്പണമനോഭാവം കാണിക്കണമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായി ഞാനിവിടെ വന്നത് നേരത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് ജോബി സൂചിപ്പിച്ച പോലെ മീഡിയ ഫോറിൻ്റെ ഫൈസലിനെ വിളിച്ചു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏകദേശം ഒരു 7-8 തവണ ആളുകളെടുത്ത് പോയി വോട്ട് ചോദിക്കുന്ന ഒരു തിരക്കിൻ്റെ സമയമാണ്. തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ 2 തവണയും ജനപ്രതിനിധിയായ സമയത്ത് എന്നോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ ഞാൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളെല്ലാം ഈ പ്രാദേശികമായി ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ചാനലാണ് മീഡിയ ഫോർ. അപ്പം അതുകൊണ്ട് മീഡിയ ഫോറിൻ്റെ ഒരു സംവാദം എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റേത് തിരക്കുകളാണെങ്കിൽ കൂടി ആ മീഡിയ ഫോറിൻ്റെ വേദിയിൽ വന്ന് ഈ പ്രദേശത്തെ ജനങ്ങളുമായി നമ്മുടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. ഒത്തിരി സന്തോഷം. ആമുഖം എന്ന രീതിയിൽ മാത്രമാണ്, ഒരു അവതാരകൻ എന്ന രീതിയിൽ മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. ആരെയും ഒന്നും താഴ്ത്തി കിട്ടുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ക്ഷണിക്കുവാനുള്ള, അല്ലെങ്കിൽ ഈ ഒരു ചർച്ചയിലേക്ക് ക്ഷണിക്കുവാനുള്ള ആ വലിയൊരു ഉത്തരവാദിത്തം ഞങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ക്ഷണിച്ചവർ കടന്നു വന്ന് ചർച്ചയ്ക്ക് പങ്കെടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തോന്നും, എന്താണ് 2 പേരെ വെച്ച് മാത്രം ചർച്ച ചെയ്തത്? ഇവിടെ ഭരിക്കുന്ന പാർട്ടി ഉണ്ടല്ലോ, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി എന്തേ എന്ന് ചോദിച്ചപ്പോൾ ആ എന്തേ എന്നതിന് ഉത്തരം കൃത്യമായി ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ ചർച്ചയുമായിട്ട് പോകും. ആരുടെ പക്ഷമൊന്നും പിടിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. നിഷ്പക്ഷമായ ഒരു മാധ്യമ പ്രവർത്തനമാണ് ഞങ്ങൾ കാഴ്ചവെക്കുന്നത്. അവണിശ്ശേരിയിലെ ചർച്ചയിലേക്ക് K പ്രദീപ്, കഴിഞ്ഞ 5 വർഷം നാടകീയമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച
കേരളത്തിലെ ഒരു പഞ്ചായത്ത് എന്ന് പറയാം അവണിശ്ശേരി തന്നെ. അങ്ങടക്കം നമ്മളടക്കം എത്രയോ മാധ്യമങ്ങൾ അവിടെ ഉറ്റുനോക്കിയ 2-3 തെരഞ്ഞെടുപ്പുകൾ നമ്മൾ നേരിട്ട് കണ്ടതാ. നിലവിൽ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് നിലവിൽ എൻ്റെ പ്രിയ സുഹൃത്ത് സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം 14 വാർഡുകളിൽ 6 വാർഡ് BJPയുടെ ഭാരതീയ ജനതാ പാർട്ടിയും 5 വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളും 3 വാർഡ് ഇന്ത്യൻ കോൺഗ്രസ് പാർട്ടിയുടെ ജനപ്രതിനിധികളുമാണ് പ്രതിനിധിയായി തിരഞ്ഞെടുത്തത്. അതിനുശേഷം അവണിശ്ശേരി പഞ്ചായത്തിനകത്ത് നടന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു മറ്റു ഒരു പഞ്ചായത്തിനകത്തും നടക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് നടന്നിട്ടുള്ളത്. ആദ്യ തവണ പ്രസിഡൻറ്റിൻ്റെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികളുമായി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. ആ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നമ്മൾ LDFൻ്റെ ജനപ്രതിനിധികൾ ഒരാളോടും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാതെ, അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുക പോലും ചെയ്യാതെ തന്നെ UDFൻ്റെ അംഗങ്ങൾ ഈ LDFൻ്റെ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യുന്നൊരു പ്രവണത അവിടെ ഉണ്ടായി. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു എത്തിക്സ് പ്രകാരം ഈ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ആളുകളെയും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരു കോൺഗ്രസിൻ്റെ ഒരു പിന്തുണയോടുകൂടി അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളുടെ LDFൻ്റെ നേതൃത്വം എടുത്ത തീരുമാനം. അതിൻ്റെ ഭാഗമായി 2 തവണയും തെരഞ്ഞെടുപ്പിനകത്ത് LDFൻ്റെ പ്രസിഡൻ്റായി എൻ്റെ സുഹൃത്ത് രാജുവും വൈസ് പ്രസിഡൻ്റായി ഇന്ദിര ജയകുമാറും തെരഞ്ഞെടുത്ത ഘട്ടത്തിൽ 2 തവണയും രാജിവെച്ച് പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുണ്ടായത്. 2 തവണയും രാജിവെച്ച് പോയതിന് ശേഷം അത് കോടതി നിർദ്ദേശപ്രകാരം ആ 2 തവണയും പരാജയപ്പെട്ട പ്രസിഡന്റിന് കോടതി നിർദ്ദേശപ്രകാരം പ്രസിഡൻ്റായി തുടരാനായിട്ട് കോടതിയുടെ നിർദ്ദേശപ്രകാരം വരികയായിരുന്നു. അതിനെതിരെ അപ്പീൽ പോയ സമയത്തും കോടതിയിൽ നിന്ന് വന്ന ഒരു തീരുമാനമെന്ന് പറഞ്ഞാൽ, നമ്മൾ തദ്ദേശ പോര് അല്ലെങ്കിൽ രാഷ്ട്രീയ പോരെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ കൂടി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളായാലും അവിടെ ഭരണസ്തംഭനം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാകണമെന്നും അവിടെ ഭരണസമിതി അംഗങ്ങളാണ് എന്നുള്ള ഒറ്റ നിലപാടിൽ മുന്നോട്ട് പോകണമെന്നാണ് അന്ന് കോടതിയുടെ ഒരു കാഴ്ചപ്പാട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഭൂരിപക്ഷമില്ലാതെയും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ 5 വർഷം അവണിശ്ശേരിയിൽ ഭരിച്ചത്. അവരുടെ ഭരണത്തിൽ ഒരുപാട് കോട്ടങ്ങൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അത് ഘട്ടം ഘട്ടമായി സൂചിപ്പിക്കാവുന്നു. UDFൻ്റെ നിലപാട് എന്തായിരുന്നു അത്തരത്തിൽ? പ്രിയപ്പെട്ട ജോബി, ഞാൻ നേരത്തെ എൻ്റെ സുഹൃത്ത് പ്രദീപ് പറഞ്ഞ ആ കാര്യത്തിലേക്ക് തന്നെയാണ് വരുന്നത്. നമ്മൾ അവണിശ്ശേരി പഞ്ചായത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 1978 രൂപീകൃതമായതിനു ശേഷം കഴിഞ്ഞ 15 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ 2010 ഞാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ ചുമതലയേൽക്കുകയും ഞാൻ അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായ ആളാണ്. അന്നു മുതൽ 2025 വരെ കാലഘട്ടം നമ്മൾ പരിശോധിച്ചാൽ ഒരു കാലഘട്ടത്തിലും വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കിട്ടാതെയുള്ള ഭരണ സംവിധാനമാണ് നിലവന്നിരിക്കുന്നത്. തദ്ദേശ സംവിധാനത്തെ നമുക്ക് പഠിക്കുമ്പോൾ നമുക്കറിയാം അതൊരു പ്രാദേശിക സർക്കാരാണ്. ഒരിക്കൽ പോലും ഒരു നിയമനിർമ്മാണ സഭയല്ല. കേന്ദ്ര സർക്കാരിനെ പോലെയോ സംസ്ഥാന സർക്കാരിനെ പോലെയുള്ള ഒരു നിയമനിർമ്മാണ സഭയല്ല. എൻ്റെ പ്രദീപ് സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ച പോലെ അവിടെ ഭരണപക്ഷമാണ്, ഭരണസമിതിയാണ്. ആ ഭരണസമിതി അവിടുത്തെ വികസനങ്ങൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് കൈകോർത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ പ്രധാന അജണ്ടയും. ആ ഒരു ഘട്ടത്തിൽ 2015 നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും പരാജയപ്പെടുക എന്ന് പറയുന്നത് വോട്ടിൻ്റെ സീറ്റുകളുടെ എണ്ണത്തിൽ പരാജയപ്പെട്ടെടുത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. എന്നാൽ 2010 മുതൽ 2015 വരെ അധികാരം ഉണ്ടായിരുന്ന ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ആദ്യത്തെ 2.25 വർഷം ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഞങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടി, കാരണം ഞങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷവും പല പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാതെ നിൽക്കുകയായിരുന്നു. ആ പൂർത്തീകരണങ്ങൾക്കൊക്കെ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചതും വോട്ടഭ്യർത്ഥിച്ചതും. എന്നാൽ ഭാഗ്യവശാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി നിലയിൽ അവർ അധികാരത്തിൽ വന്ന ആ 5 വർഷം ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ഞങ്ങൾ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയും, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ എന്തൊക്കെ വികസനങ്ങളാണ് ഞങ്ങൾ കൊണ്ടുവന്നതെന്ന് സൂചിപ്പിക്കാനുള്ള അവസരത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളാം.
ഇന്ന് ഇവർ പറഞ്ഞ ഒരു മറുപടി നമുക്ക് അതിശയിപ്പിക്കുന്നതാണ്. കാരണം മറ്റൊന്നുമല്ല, തീർച്ചയായിട്ടും അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഞങ്ങളന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവരുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തത്. കാരണം വർഗീയ ശക്തികളെ ഈ രാജ്യത്ത് നിന്ന് അകറ്റി നിർത്തുക എന്നുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലുള്ള അജണ്ടയാണ്. രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് എതിർപ്പുകളുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അക്രമ രാഷ്ട്രീയത്തെയും അതുപോലുള്ള മറ്റ് തരത്തിലുള്ള പല പ്രവർത്തികളോടും രാഷ്ട്രീയമായ പല എതിർപ്പുകളുണ്ടെങ്കിലും ഇതൊരു പ്രാദേശിക സർക്കാരാണ്. പല ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ജനപ്രതിനിധികളൊക്കെ തന്നെ ഒരു കുടുംബം പോലെയാണ് അവിടെ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ വിദ്വേഷവും വർഗീയ വിദ്വേഷവും മാറ്റി നിർത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാത്രം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് വോട്ട് ചെയ്തത്. അത് അവരോട് ഞങ്ങൾ വോട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം, ഞങ്ങൾക്ക് വൈസ് പ്രസിഡന്റ് തരണം ഒന്നും ആവശ്യപ്പെട്ടുകൊണ്ടല്ല, നിരുപാധിക പിന്തുണയാണ് ഞങ്ങൾ അർപ്പിച്ചത്. ആ ഒരു നിരുപാധിക പിന്തുണ അർപ്പിച്ചെടുത്ത് നിന്ന് അവർ രാജിവെച്ചൊഴിയുമ്പോൾ പൊതുജനം മനസ്സിലാക്കുന്നത് അവരുടെ ആഗ്രഹം ഈ വർഗീയ ശക്തികൾ ഭരിച്ചോട്ടെ എന്നുള്ളത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങളുടെ പാർട്ടി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ന്യായീകരണം എത്രമാത്രം ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ജനങ്ങൾ ഉൾക്കൊള്ളട്ടെ. തീർച്ചയായിട്ടും വർഗീയ ശക്തികളെ അകറ്റി നടന്ന നാടകീയ രംഗങ്ങൾ ഈ വോട്ടെടുപ്പിന് എത്രത്തോളം ബാധിക്കും? അത് ജനങ്ങളുടെ വോട്ടർമാരുടെ രീതിയിലുള്ള മനസ്സിലുള്ള സങ്കല്പം എന്തായിരിക്കും? ഒരിക്കലുമില്ല. ജനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. 70% വോട്ടർമാർ ആഗ്രഹിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയെ മാറ്റി നിർത്താനാണ്. 30% വോട്ട് 32% വോട്ട് മാത്രം കിട്ടിയ ഒരു പാർട്ടിയാണ് അവിടെ അധികാരം നടത്തുന്നത്. അപ്പോൾ ജനങ്ങളുടെ മനസ്സ് ആ ശക്തികളെ, വികസന വിരോധികളെ മാറ്റി നിർത്തുക എന്ന് തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഒരു തരത്തിലും ജനങ്ങൾക്ക് അതിനകത്തൊരു ആശങ്കയില്ല. കഴിഞ്ഞ 5 വർഷവും അവരത് തിരഞ്ഞെടുത്തു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ഞങ്ങൾ പെരുമാറിയപ്പോൾ പോലും അതിനോട് മുഖം തിരിച്ചൊരു സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിച്ചത്. താങ്കൾ ഈ ഒരു ഭരണസമിതിയിൽ നേതൃത്വ നിലയിൽ നിന്നൊരു വ്യക്തിത്വമാണ്. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ അങ്ങയുടെ വാർഡിൽ ഞങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ ഞങ്ങളുടെ തന്നെ മീഡിയ ഫോറിലൂടെയൊക്കെ സംപ്രേഷണം ചെയ്തതാണ്. നിലവിൽ പഞ്ചായത്തിൻ്റെ 5 വർഷത്തെ വികസന രേഖ എടുത്ത് നോക്കിയാൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾ അങ്ങ് ഒരു സംതൃപ്തനാണ്? ഞാൻ ആദ്യമേ എൻ്റെ പ്രിയ സുഹൃത്ത് അഡ്വക്കേറ്റ് അനീഷ് പറഞ്ഞതിനൊരു മറുപടി തരാൻ ഉദ്ദേശിക്കുകയാണ്. അവണിശ്ശേരിയിലകത്ത് ഒരു വർഗീയ കക്ഷി എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ ഒരുപോലെ കാണുന്ന പാർട്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഒരു UDF, നമ്മളെ കേരളത്തിൽ പോലും ഒരു UDFൻ്റെ പിന്നിപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ ഒരു പ്രതിപക്ഷം UDF ആണ്. അതുകൊണ്ട് തന്നെ LDFും UDFും തമ്മിൽ യോജിച്ചുകൊണ്ടൊരു ഭരണം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമുക്ക് ഒരിക്കലും ഒരിടത്തും കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരിക്കലും ഏതെങ്കിലും തരത്തിലൊരു അധികാരം നേടുക എന്ന ലക്ഷ്യത്തിലൂടെ പ്രവർത്തിക്കുന്ന ആളുകളല്ല. ആ തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ് ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ പറഞ്ഞ പിന്തുണ ഞങ്ങൾക്ക് സ്വീകരിക്കാമായിരുന്നു. പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻ്റായി 5 വർഷം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ സൂചിപ്പിച്ച പോലെ അവണിശ്ശേരി പഞ്ചായത്തിനകത്ത് ദീർഘകാലം ഭരിച്ച ഒരു മുന്നണിയല്ല. DICയുമായി ഒരു കൂട്ടുകെട്ട് വന്ന സമയത്താണ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് LDF 5 വർഷം ഭരിച്ചത്. അതിനു മുൻപ് ഒരു കോൺഗ്രസിൻ്റെ ഒരു പഞ്ചായത്തായിരുന്നു. കോൺഗ്രസ് തനിച്ച് ഭൂരിപക്ഷം കിട്ടിയിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു. ആ കോൺഗ്രസിൻ്റെ ഒരു ശിഥിലീകരണം സംഭവിക്കുന്നത് കോൺഗ്രസിൻ്റെ അണികളുടെ ഒരു വലിയ വിഭാഗം നേരെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് പോകുന്നൊരു സാഹചര്യം നിലവിൽ വന്നതുകൊണ്ടാണ് കോൺഗ്രസിനെ ശിഥിലീകരിച്ച് കഴിഞ്ഞ തവണ 3 സീറ്റിലേക്ക് ഒതുങ്ങേണ്ടതായി വന്നത്. അത് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2015-2020 തെരഞ്ഞെടുപ്പിനകത്ത് 3 സീറ്റിലുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 20-25 തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ അത് 5 സീറ്റായിട്ട് വർദ്ധിപ്പിച്ചു. ഇപ്പോൾ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനകത്ത് അവണിശ്ശേരി തെരഞ്ഞെടുപ്പിനകത്ത് പ്രധാനമായും മത്സരം നടക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അതിനകത്ത് കോൺഗ്രസിനെന്ന് പറഞ്ഞാൽ 3 സീറ്റിൽ ഒതുങ്ങിയ ഒരു കോൺഗ്രസിന് ഭരിക്കും എന്നുള്ളൊരു നേട്ടം അവർക്ക് അവകാശപ്പെടാനില്ല. 5 സീറ്റും 6 സീറ്റും തമ്മിലുള്ള ഒരു അന്തരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു സീറ്റിൻ്റെ ഡിഫറൻസാണ് സ്വന്തമായ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഇന്ന് 2 സീറ്റ് വർദ്ധിച്ച് 16 സീറ്റിലേക്ക് നിൽക്കുമ്പോൾ ഈ അവണിശ്ശേരിക്കകത്ത് മത്സരം നടക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ടാണ് മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരും അതോടൊപ്പം തന്നെ MLA ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ഒരുപാട് ജനപ്രതിനിധികളുടെ വലിയ തോതിലുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ അവണിശ്ശേരിക്കകത്ത് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ നടന്നു കഴിഞ്ഞതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന ആളാണ് നമ്മുടെ അവണിശ്ശേരിയിലെ പൊതുജനങ്ങൾ. അവർ താരതമ്യം ചെയ്യുന്നത്
ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ അല്ലെങ്കിൽ അവരുടെ MP ആയാലും മന്ത്രി ആയാലും അവരുടെ പ്രാദേശിക നേതൃത്വം ആയാലും അവരെന്താണ് അവണിശ്ശേരിക്കകത്ത് ആനക്കൽ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ എന്ത് നിലപാടുകളാണ് സ്വീകരിച്ചത്, എന്ത് ഫണ്ടുകൾ ഉപയോഗിച്ച് എന്താണ് ചെയ്തതെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ താരതമ്യം ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ അതിൻ്റെ ജനപ്രതിനിധികൾ എന്ത് വികസനങ്ങളാണ് അവണിശ്ശേരി ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചിട്ട് പോലും അവണിശ്ശേരി ജനങ്ങൾക്ക് സമ്മാനിച്ചത് എന്നുള്ള രണ്ട് തട്ടിലുള്ള ചർച്ചകളാണ് അവണിശ്ശേരിക്കകത്ത് നടക്കുന്നത്, വിലയിരുത്തുന്നത്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ചർച്ചകൾ താരതമ്യം ചെയ്യുന്ന ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിന് ഒരു റോളുമില്ല, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു റോളുമില്ല. അങ്ങനെയാണോ അനീഷ്? തീർച്ചയായിട്ടും കോൺഗ്രസിനെ അവണിശ്ശേരിയിൽ ഒരു സ്വാധീന ഘടകമായി മാറാൻ സാധിക്കുന്നില്ലേ? അത് എന്റെ സുഹൃത്ത് ദിവാസ്വപ്നങ്ങൾ കാണാനായിട്ട് നമുക്ക് പൈസ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ സുഹൃത്ത് ഇപ്പോൾ നവമാധ്യമങ്ങളിലാണെങ്കിലും ദൃശ്യ മാധ്യമങ്ങളിലാണെങ്കിലും തന്നെ സർക്കാരുകളുടെ നേട്ടങ്ങളൊക്കെ നമ്മൾ TV-യിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഞാനിനി ഈ ഒരു പ്രാദേശിക തലത്തിലുള്ള തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ അത് കടക്കുമ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെ ഞാൻ അവിടെ 2010 മുതൽ 2015 വരെ പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യത്തിൽ 3 കൊല്ലം ഞാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ബാക്കി കൊല്ലം പഞ്ചായത്ത് മെമ്പറുമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. ഇദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങൾ പലതരത്തിലായിട്ടുള്ള വികസനങ്ങൾ നടത്തുന്നുണ്ട്, ഞങ്ങൾ നടത്തിയ വികസനങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രതിനിധികളിൽ ഞാൻ കണ്ടിട്ടുള്ള 2 വികസനങ്ങൾ ഇലക്ഷൻ വരുമ്പോൾ പെൻഷൻ കൂട്ടുകയും എന്തെങ്കിലും പ്രളയമോ മറ്റ് സംഭവങ്ങളോ വരുമ്പോൾ കിറ്റ് കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള 2 വികസനം മാത്രമാണ് ഞാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടിട്ടുള്ളത്. ഇനി ഞാൻ എൻ്റേതായിട്ടുള്ള കുറച്ച് ഫാക്ട്സുകൾ ഞാൻ പറയുകയാണ്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിൻ്റെ പ്രസക്തി എന്താണ്? അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് ഭരിച്ച കാലഘട്ടം അദ്ദേഹം പറയുന്നുണ്ട് DIC കാലഘട്ടത്തിൽ മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചതെന്ന്. ബാക്കി 10 വർഷമാണ് ഇപ്പോൾ അവസാന 10 വർഷമാണ് BJP ഭരിക്കുന്നത്. ആ കാലഘട്ടം അത്രയും 1978 പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷമുള്ള കാലഘട്ടം അത്രയും കോൺഗ്രസ് ഈ പഞ്ചായത്ത് ഭരിച്ചിട്ട് എന്ത് നേടി എന്ന് പറയുന്ന കണക്ക് പറയുമ്പോൾ ആ പഞ്ചായത്തിലെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത് കോൺഗ്രസ്സാണ്. ആ പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നിർമ്മിച്ചത് കോൺഗ്രസ്സാണ്. ആ പഞ്ചായത്തിലെ ആയുർവേദ ആശുപത്രി നിർമ്മിച്ചത് കോൺഗ്രസ്സാണ്. ആ പഞ്ചായത്തിലെ കൃഷി ഓഫീസ് നിർമ്മിച്ചത് കോൺഗ്രസ്സാണ്. ആ പഞ്ചായത്തിലെ വില്ലേജ് ഓഫീസ് കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. ആ പഞ്ചായത്തിൽ ചെറുപ്പത്തേരിയിലുള്ള കമ്മ്യൂണിറ്റി ഹാൾ കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. ആ പഞ്ചായത്തിലേക്ക് വനിതാ സംരംഭകർക്ക് വേണ്ടി വനിതാ വ്യവസായ കേന്ദ്രം കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. പിന്നെ എന്താണ് കോൺഗ്രസിൽ ശിഥിലം സംഭവിച്ചത്? ശിഥിലം സംഭവിക്കുക കാലാകാലങ്ങളായിട്ടുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങളും അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിലുള്ള സമവാക്യങ്ങളും മാത്രം കോൺഗ്രസിന്റെ ഉള്ളിലുള്ള പടലപ്പിണക്കങ്ങളും ഇപ്പോഴും മുന്നോട്ടുണ്ടോ? യാതൊരു തരത്തിലുള്ള പടലപ്പിണക്കങ്ങളും ഇപ്പോൾ ഇല്ല. തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ ഏറ്റവും ആദ്യം അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചൊരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമ്മൾ പരിശോധിച്ചാൽ കാണാം. ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുമ്പോൾ ഏറ്റവും ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക നമുക്കറിയാം. പലതരത്തിലുള്ള റിബലുകളുടെ ശല്യങ്ങളൊക്കെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ അത്തരത്തിലുള്ള ഒരു റിബൽ ശല്യവുമില്ലാതെ അതിനപ്പുറത്ത് നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് 2 പ്രവർത്തകർ 1-ാം വാർഡിൽ നിന്ന് ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ BJPയുടെ കുന്തമനായി നിന്ന ഷിജു എന്ന് പറയുന്ന ചിയോമിയാണ്. അവിടെ ഞങ്ങളുടെ ആപ്പിൾ ചിഹ്നത്തിൽ ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. 14-ാം വാർഡിൽ മത്സരിക്കുന്ന അനൂപ് BJPയുടെ ഉറച്ച പ്രവർത്തകനാണ്. അപ്പോൾ എവിടെയാണ് അസ്വാരസ്യങ്ങൾ എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ അനീഷ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് പ്രദീപ്. കാരണം അവണിശ്ശേരിയിലെ ഹോമിയോ ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം ഈ പ്രാവശ്യം സ്ഥാപിച്ചു, പ്രവർത്തനം തുടങ്ങി വെച്ചു. അത് അന്ന് പ്രവർത്തനം തുടങ്ങി വെച്ചു. പക്ഷെ പുതിയ കെട്ടിടത്തിന്റെ അവസ്ഥ എന്താണ്? എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് നേരത്തെ അനീഷ് സൂചിപ്പിച്ച അല്ലെങ്കിൽ സംസാരിച്ച പല കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ 10 വർഷത്തിനപ്പുറത്ത് 5 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അവണിശ്ശേരി പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. അതിനു മുൻപ് ആരംഭം തൊട്ട് കോൺഗ്രസ് ആണെങ്കിൽ കൂടി നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം പണിത് PR രാജൻ രാജ്യസഭ MP ഫണ്ട് ഉപയോഗിച്ചാണ്. ചെറുവത്തേരി കമ്മ്യൂണിറ്റി ഹാൾ പണിതത് അന്നത്തെ MLA കൂടിയായിട്ടുള്ള KP രാജേന്ദ്രൻ അവരുടെ ഫണ്ട് ഉപയോഗിച്ചാണ്. ആ ചെറുവത്തേരി കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പേര് VV രാഘവൻ സ്മാരക കമ്മ്യൂണിറ്റി ഹാൾ എന്നാണ്. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പേരിടേണ്ടതല്ലേ. പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള ഫണ്ടുകളെല്ലാം അതാത് സമയങ്ങളിൽ ചേർപ്പ് MLA ആയിരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിക MLA സമയത്ത് ഇവർ ഭരിച്ചിട്ടില്ല. ചേർപ്പ് MLA ആയിരുന്ന ആളുകളുടെ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് അത് തുടങ്ങി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ അവണിശ്ശേരിക്കകത്ത് ഇപ്പോൾ നടക്കുന്നത് കൃഷിഭവൻ കെട്ടിടത്തിൻ്റെ പണി നടക്കുന്നു, പുതിയ കെട്ടിടത്തിൻ്റെ. അത് CC മുകുന്ദൻ MLA ഫണ്ടാണ്. 30 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ച് പുതിയ കെട്ടിടം പണിയാണ്. അതുപോലെ തന്നെ അവണിശ്ശേരി പാലിശ്ശേരി വില്ലേജ്
നമ്മളെ പാലക്കിലുള്ള വില്ലേജ് ഓഫീസിൻ്റെ സ്മാർട്ട് വില്ലേജ് ഓഫീസിൻ്റെ പണി നടക്കുന്നു. അത് നമ്മുടെ MLA മുഖേന നമ്മളെ റവന്യൂ വകുപ്പ് സംസ്ഥാന സർക്കാർ 45 ലക്ഷം അനുവദിച്ച് പണിയുന്ന പണിയാണ്. അപ്പോൾ അങ്ങനെ യമുനശ്ശേരിയുടെ വികസനം പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് കോൺഗ്രസിൻ്റെ ആളുകൾക്ക് ഒരു തരത്തിലും പങ്ക് ഇല്ലാതെ തന്നെയാണ് ഞാൻ വ്യക്തമാക്കാൻ പോകുന്നത്. സമീപകാലത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് TM പ്രതാപൻ 3.5 വർഷം ഇവിടുത്തെ MP ആയിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കോൺഗ്രസിൻ്റെ MP ആയിരുന്നു. കോൺഗ്രസിന് 3 ജനപ്രതിനിധികളാണ് അവനിശ്ശേരിക്കകത്തുണ്ടായിരുന്നത്. ഒരു 3-4 ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ വരെ ഹൈമാസ്റ്റ് ലൈറ്റുകളല്ലാതെ ഒരു കെട്ടിടം പണിയുന്നതിനോ ഒരു വലിയ റോഡ് പണിയുന്നതിനോ TM പ്രതാപൻ അവനിശ്ശേരിക്കകത്ത് 10 പൈസ ചെലവഴിച്ചിട്ടില്ല. ഞങ്ങൾ തന്നെ പലപ്പോഴും സൂചിപ്പിച്ചു, പല വാർഡുകളിൽ കോൺഗ്രസ്സിന് കുറച്ച് വോട്ടുകളൊക്കെ കിട്ടുന്ന പ്രദേശങ്ങളുണ്ടായിരുന്നു അവരുടെ ബന്ധപ്പെട്ട ചില ആളുകൾക്ക്. പക്ഷേ അവിടെ പോലും ഒരു വികസനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ ആളുകൾ ശ്രമിച്ചിട്ടില്ല. ആരോപണം എങ്ങനെയുണ്ട്? ആ ആരോപണത്തിനെതിരെ വ്യക്തമായ മറുപടി ഉണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൊറോണ വ്യാപനം നടന്ന ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു ആ കഴിഞ്ഞ കാലഘട്ടത്തിൽ MP-മാരുടെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആദ്യത്തെ 3 വർഷം MP-യുടെ 5 കോടി വിഹിതം പോലും തടഞ്ഞു വെച്ച ഒരു കാലഘട്ടമായിരുന്നു. എന്നിട്ട് പോലും ചൊവ്വൂരിൽ നിന്നും പെരിഞ്ചേരിയിലേക്ക് പോകുന്ന ആ വലിയ റോഡ്, ചൊവ്വൂർ പെരിഞ്ചേരി റോഡിൻ്റെ PNGS പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയത് പ്രദീപ ഓർമ്മയില്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും അത് TM പ്രതാപനാണ് നേതൃത്വം വഹിച്ചത്. അദ്ദേഹം മറുപടി സൂചിപ്പിക്കാനുള്ളത് ഞാൻ പറഞ്ഞത്, അവനിശ്ശേരി പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്ത് TM പ്രതാപന് പേര് പറയുന്ന തരത്തിലുള്ള ഒരു വികസനം നടത്താൻ സാധിച്ചിട്ടില്ല. നിലവിലുള്ള മെമ്പർമാർ, കോൺഗ്രസ് മെമ്പർമാർക്ക് പോലും CC മുകുന്ദൻ MLA ഫണ്ടുകൾ ഉപയോഗിച്ചാണ് ഈ അവസാന കാലഘട്ടത്തിൽ ഓരോ ഹൈമാസ്റ്റ് ലൈറ്റ് കൊടുത്തത്. അത് അവരുടെ 3 വാർഡിലും നമ്മൾ കൊടുക്കുകയുണ്ടായി. ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി എന്നുള്ള രീതിയിലുള്ള ഒരു വിവേചനം കാണിക്കാതെ പ്രവർത്തിക്കുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ. ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ആയോട്ടെ, അതുപോലെ തന്നെ ഞങ്ങളുടെ ബന്ധപ്പെട്ട സംവിധാനങ്ങളോടെല്ലാം അവിടുത്തെ അവനിശ്ശേരിയിലത്തെ BJP ഭരിക്കുന്ന വാർഡുകളായോട്ടെ, കോൺഗ്രസ് ഭരിക്കുന്ന വാർഡുകളായോട്ടെ, LDF ഭരിക്കുന്ന വാർഡുകളായോട്ടെ ഒരു വിവേചനമില്ലാത്ത രീതിയിൽ ഫണ്ടുകൾ ചെലവഴിച്ച് മുന്നോട്ട് പോയ ആളുകളാണ്. പ്രധാനമായും CMLRP എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മളെ മുഖ്യമന്ത്രിയുടെ ഗ്രാമീണ റോഡുകളാണ്. ആ ഗ്രാമീണ റോഡുകൾക്ക് 2 റോഡുകൾ ഞാൻ പ്രതിദാനം ചെയ്ത 3-ാം വാർഡിലേക്കാണ് അനുവദിച്ചത്. 10 ലക്ഷം വെച്ച്. അതിനുശേഷം 20 ലക്ഷം രൂപ അനുവദിച്ചത് വള്ളിശ്ശേരി റോഡ് തകർന്നു കിടക്കുന്ന ഒരു 6-ാം വാർഡിൽ ഒരു തകർന്നു കിടക്കുന്ന ഒരു റോഡ്, ഒരുപാട് മരക്കമ്പനികളൊക്കെ ആയി സഞ്ചരിക്കാൻ പറ്റാത്ത റോഡിനാണ് 20 ലക്ഷം രൂപ CMLRP-യിൽ നിന്ന് അനുവദിച്ചത്. അതിനപ്പുറത്ത് അവിടെ വലിയ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്, ഒരു വള്ളിശ്ശേരി ഇറക്കത്ത് നന്നായി ഉള്ളത് 15 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് അവിടെ ചെലവഴിച്ചു. ഇതെല്ലാം BJPയുടെ ഒരു വാർഡാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വികസനത്തിനകത്ത് രാഷ്ട്രീയം കാണിക്കാതെ മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ കഴിഞ്ഞ 5 വർഷമായോട്ടെ അതിന് മുൻവർഷങ്ങളായോട്ടെ സമീപകാലത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തരത്തിലുള്ള ഒരു പിന്തുണ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയാനോ അവർ ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ പ്രധാനമായും അവനിശ്ശേരിക്കകത്ത് 2 റോഡുകളാണുള്ളത്. ഒന്ന് പാലയ്ക്കം മുതൽ ആനക്കൽ വരെയും പൂച്ചിനിമാടം മുതൽ ചങ്ങലകേറ്റ് വരെയും. ഗീതാഗോപി MLA അവസാന ഘട്ടത്തിലാണ് നമ്മൾ ആ റോഡുകൾ റബ്ബറൈസ്ഡാക്കിയത്. ആ റോഡുകളുടെ വികസനം കഴിഞ്ഞു. ആനക്കൽ സെൻറ്ററിലെ ഹൈമാസ്റ്റ് ലൈറ്റും ഗീതാഗോപി MLA 6 ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അവിടെ ഹൈമാസ്റ്റ് ലൈറ്റ് വെച്ചത്. അങ്ങനെയാണ് ആനക്കൽ സെൻറ്ററിലെ വികസനങ്ങൾ പൂർത്തീകരിച്ചത്. അതുകൂടാതെ ഒരുപാട് കാനകൾ, ഒരുപാട് റോഡുകൾ, അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതം ഉപയോഗിച്ച് അവനിശ്ശേരി പഞ്ചായത്തിൻ്റെ പ്രാഥമികാരോഗ്യത്തിൻ്റെ മുകളിൽ വനിതാ ജിംനേഷ്യം സെൻറ്റർ ആരംഭിച്ചു. അതുപോലെ തന്നെ ആയുർവേദ ആശുപത്രിക്ക് നടപ്പാത 25 ലക്ഷം രൂപ അനുവദിച്ചു. അതുപോലെ തന്നെ ഹരിതകർമ്മസേന ഒരു വാഹനം ജില്ലാ പഞ്ചായത്തിന് അനുവദിച്ചു. അതുകൂടാതെ നേരത്തെ ജോബി എന്നോട് സൂചിപ്പിച്ച പോലെ ഹോമിയോ ഡിസ്പെൻസറിക്ക് പഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസുകൾ നടന്നതല്ലാതെ പുതിയ കെട്ടിടത്തിലേക്ക് എത്തിയിട്ടില്ല. പുതിയ കെട്ടിടം പദ്ധതി ഈ തവണ നടപ്പാക്കിയിട്ടില്ല. അത് ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ കൃത്യമായി അവരുടെ ഒരു കുറ്റപത്രത്തിൽ ഞങ്ങൾ പറയുകയുണ്ടായി. അവനിശ്ശേരിക്കകത്ത് നിലവിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് PR രാജൻ MP-യുടെ ഒരു കെട്ടിടം പണിയുകയും അതിനുശേഷം സുരേഷ് ഗോപിയുടെ ഫണ്ട് ഉപയോഗിച്ച് 50 ലക്ഷം രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ പുതിയ കെട്ടിടം പണിയാമെന്ന് BJP പറയുകയുണ്ടായി. പക്ഷേ 5 വർഷം പിന്നിട്ടപ്പോഴും അവിടെ ഈ കെട്ടിടം പണിയുന്ന സ്ഥലത്ത് കുറച്ച് കുഴികളല്ലാതെ ഒരു നിർമ്മാണ ഉദ്ഘാടനം അല്ലാതെ അവിടെ ഒന്നും നടത്താൻ BJPക്ക് സാധിച്ചില്ല. അത് അവരുടെ വലിയൊരു തെറ്റാണ്, വലിയൊരു കഴിവുകേടായിട്ടാണ് നമുക്ക് കാണേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റു ഇതര വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കണം. നമ്മൾ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ MLA ഫണ്ട് ഉപയോഗിച്ച് 15 ലക്ഷം രൂപ പാലയ്ക്കം മുതൽ കണിമംഗലം വരെയുള്ള റോഡിൻ്റെ പരിസരത്ത് അതിലെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഒരു ചെറിയ ടീയോ കോഫിയോ കുടിക്കുന്നതിന് വേണ്ടി നടത്തുന്ന എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്ത് നടത്തുന്ന വലിയൊരു പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക്.
പക്ഷേ അവണിശ്ശേരിക്കകത്ത് ആ ടേക്ക് എ ബ്രേക്ക് പദ്ധതി വന്നിട്ട് അത് പൂർത്തീകരിക്കാൻ ഈ പറഞ്ഞ ഭരണസമിതിക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ നാരായണമംഗലം അമ്പലം. നമുക്കറിയാം, ഒരു ക്ഷേത്രക്കുളം 2 തട്ടായിട്ടാണ് ക്ഷേത്രക്കുളം കിടക്കുന്നത്. 50 ലക്ഷം രൂപയാണ് നവകേരള സദസ്സിലൂടെ നമ്മൾ അപേക്ഷ കൊടുത്തുകൊണ്ട് അവിടുത്തെ ജനപ്രതിനിധിയായിട്ടുള്ള ഇന്ദിര ജയകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനുവേണ്ടി അനുവദിച്ചത്. പക്ഷേ ആ ക്ഷേത്രകുളത്തിൽ വർഷങ്ങളായി ആസ്തി രജിസ്റ്ററുള്ളതാണ്. പക്ഷേ അതിൻ്റെ ബന്ധപ്പെട്ട ആസ്തി രജിസ്റ്ററുള്ളതും ബന്ധപ്പെട്ട് സ്ഥലത്തിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പദ്ധതി മുന്നോട്ട് പോയി സാധിച്ചില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ നടപ്പാക്കിയ പദ്ധതിയേക്കാളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അനുവദിച്ച ഫണ്ടുകൾ എന്ന് പറയുന്നത് ചെലവഴിക്കാതെ പോയ കാശുകളാണ് നമ്മൾ അവണിശ്ശേരിക്കകത്ത് വികസനങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാതായത്. ആ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ ഇവിടെ അടുത്ത തവണ LDF തന്നെ അധികാരത്തിൽ വരും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഞാൻ ചോദിക്കുന്നു, കഴിഞ്ഞ 5 വർഷം UDFിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എന്തൊക്കെ വികസന കോട്ടങ്ങളാണ് ഉയർത്തി കാണിക്കാനുള്ളത്? 100% പരാജയമായിട്ടുള്ളൊരു പഞ്ചായത്ത് ഭരണസമിതിയാണ് കഴിഞ്ഞ 5 വർഷമല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് അവണിശ്ശേരി ഭരിക്കുന്നതെന്ന് പറയാം. കാരണം മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ ആരോപണങ്ങൾക്കോ പ്രത്യാരോപണങ്ങൾക്കോ ഒന്നും കടക്കുന്നില്ല. കാരണം ഇതൊരു പ്രാദേശിക സർക്കാരാണ്, അവിടെ വികസനം മാത്രമാണ് ലക്ഷ്യമാക്കുന്നത്. നേരത്തെ പ്രദീപ് സൂചിപ്പിച്ച പോലെ പ്രദീപ് പ്രതിദാനം ചെയ്യുന്ന പാർട്ടി മാത്രമാണ് പഞ്ചായത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നതൊക്കെ അത്ര തരംതാന്ന രീതിയിലുള്ള സംസാരത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാനും ഒരു 5 വർഷക്കാലം ഭരണസമിതി നേതൃത്വം വെച്ച ആളാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്കറിയാം പഞ്ചായത്തുകളുടെ പ്രധാന വികസന സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് കേരള സർക്കാരിൽ നിന്ന് കിട്ടുന്ന വികസന ഫണ്ടാണ്. പിന്നെ വരുന്നത് ഗോപിയുടെ ഫണ്ടിൽ നിന്നും അങ്കണവാടി കെട്ടിടവും അതുപോലെ പകൽ വീടുമൊക്കെ. ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാൻ അത് തന്നെ പറഞ്ഞു വരുന്നത്, ഇത്തരം പ്രവർത്തികൾ ഏത് കാലഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളാണ്. 19 അംഗൻവാടി ആ പഞ്ചായത്തിലുള്ളത് ഓരോ കാലഘട്ടത്തിലും ഓരോ MP-മാരോ MLA-മാരോ പഞ്ചായത്ത് വിഹിതമോ ജില്ലാ പഞ്ചായത്ത് വിഹിതമോ ഒക്കെ സംയുക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളാണ്. ഇത് എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലാ പഞ്ചായത്തുകൾക്കും ഗ്രാൻറ്റുകളുണ്ട്. ആ ഗ്രാൻറ്റുകൾ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്തിന് റോഡുകൾ നിർമ്മിക്കാൻ കൊടുക്കണം. സ്വാഭാവികമായിട്ടും പഞ്ചായത്തിൽ ഇടതുപക്ഷ മെമ്പർമാർക്ക് അവർ കൊടുക്കും. കോൺഗ്രസ് മെമ്പർമാരുള്ള സ്ഥലങ്ങളിലേക്ക് TM പ്രതാപൻ MP സെൻട്രലൈസ് ചെയ്ത് പല വാർഡുകൾക്കും കൊടുത്തെങ്കിൽ പോലും ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്ന ആളുകളാണ് അതിനുവേണ്ട റിക്വസ്റ്റ് കൊടുക്കേണ്ടതും അതിനുവേണ്ട എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടതും. ആ ഭരണസമിതി പാസ്സാക്കിയതിന് ശേഷമേ MP-ക്ക് ഓരോ പഞ്ചായത്തിലും ചെന്നിട്ട് ഇവിടെ റോഡ് വേണോ അവിടെ റോഡ് വേണമെന്ന് ചോദിക്കാൻ പറ്റില്ല. പഞ്ചായത്ത് ഭരണസമിതിയിൽ മീറ്റിംഗ് വെച്ച് തീരുമാനമെടുത്തിട്ട് ആ മീറ്റിംഗ് മിനിറ്റ്സ് കൊണ്ട് പോയിട്ട് വേണം പഞ്ചായത്തിൽ MP-മാരോടോ ആനുകൂല്യങ്ങൾ മേടിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ഡൈവേർട്ട് ചെയ്ത് പോകുന്നില്ല. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ 2010 ഞങ്ങൾ ഭരണത്തിലേറിയപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇപ്പോൾ 1-2 വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ അതിൻ്റെ അവകാശവാദം ഞാൻ തർക്കിക്കുന്നില്ല, അവർ ഏറ്റെടുക്കുന്നതുകൊണ്ട് വിരോധമില്ല. കാരണം നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമമാണ് പ്രാദേശിക സർക്കാരുകളുടെ പ്രസക്തി എന്ന് വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും നല്ലത് കിട്ടിയാൽ അത് നല്ലത് തന്നെ. എന്നാൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന വെല്ലുവിളി വെറുതെ ഒന്നല്ലായിരുന്നു. കാരണം പഞ്ചായത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക സ്ഥാപനങ്ങളും പഞ്ചായത്തിലുണ്ട്. ആരോഗ്യ കേന്ദ്രമാണെങ്കിലും വില്ലേജ് ഓഫീസാണെങ്കിലും കൃഷി ഓഫീസാണെങ്കിലും എല്ലാം തന്നെയുണ്ട്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണ്, ഇനി നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് കണ്ടത് അവണിശ്ശേരി പഞ്ചായത്തിലേക്കുള്ള റോഡ്. നിങ്ങൾ ആരെങ്കിലും മീഡിയ പ്രതിനിധികൾ ആ വഴിയിലൂടെ 2010 കാലഘട്ടത്തിന് മുമ്പ് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ആ വഴിയിലൂടെ യാത്ര ചെയ്യുവാൻ നിരാശപ്പെട്ടല്ലാതെ ആ വഴിയിൽ നിന്ന് തിരിച്ചു കയറാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ ദുസ്സഹമായ ഒരു വഴിയായിരുന്നു ആ വഴി. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ഈ വഴി ഇങ്ങനെ കിടക്കുന്നതെന്ന് ഞങ്ങൾ ആലോചിച്ചു. പല നിയമ പ്രശ്നങ്ങൾ. അത് പൊതുവഴിയല്ല, നേരെ കാണുന്ന തത്താമശ്ശേരി അമ്പലം വഴിയാണ്, അമ്പലത്തിൻ്റെയാണ്. ഇങ്ങനെയുള്ള നിയമത്തിൻ്റെ നൂലാമാലകളിൽ പെട്ട് കിടക്കുന്നൊരു വഴി. അല്ലെങ്കിൽ ഇത്രയും വർഷക്കാലത്തിനിടയ്ക്ക് അത് ടാർ ചെയ്യാതിരിക്കാനായിട്ടുള്ള യാതൊരു സാധ്യത കുറവും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങളത് ആ ദൗത്യം ഏറ്റെടുത്തു. ആ ദൗത്യം ഏറ്റെടുത്തിട്ട് അന്നത്തെ MP PC ചാക്കോ അവരുടെ കണ്ട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം 25 ലക്ഷം രൂപ അതിനുവേണ്ടി അനുവദിച്ചു തന്നു. ബാക്കി അതിന് അപ്രോച്ച് ചാലും മറ്റുമായിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ഐക്യജനാധിപത്യ KR ശ്രീനിവാസനായിരുന്നു. അദ്ദേഹം 8 ലക്ഷം രൂപ അനുവദിച്ചു, ചാല് നിർമ്മിച്ചു. ഇത്ര മനോഹരമായ റോഡ് നിങ്ങൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എത്ര ആളുകൾക്ക് ഒരു ശാപമോഷമാണ് ഞങ്ങൾ അന്ന് ചെയ്യാൻ സാധിച്ചത്. വളരെ സന്തോഷം ഞങ്ങൾക്ക് തോന്നുന്ന ഒരു വിഷയമാണ്. രണ്ടാമത് ഞങ്ങൾ ആലോചിച്ച മറ്റൊരു വിഷയം, ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പഞ്ചായത്തിന് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതല്ല ഒരു പ്രാദേശിക സർക്കാരിൻ്റെ കടമ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടാമതായി കണ്ടെത്തിയ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു അവിടുത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് അവിടെ ചങ്ങലഗേറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂരിലേക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു പാതയായിരുന്നു ചങ്ങലഗേറ്റ് അടിപ്പാത. ആ ചങ്ങലഗേറ്റ് പാതയിലൂടെ 3/4 മണിക്കൂറും 1 മണിക്കൂറും ആളുകൾ കഷ്ടപ്പെട്ട് നിൽക്കുന്നത് കണ്ട് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി ഞങ്ങൾ തിരുവനന്തപുരത്ത് റെയിൽവേ
മന്ത്രാലയവുമായി ബന്ധപ്പെട്ടു, PC ചാക്കോയായിട്ടും ബന്ധപ്പെട്ടു, ഞങ്ങൾ ഡൽഹിയിൽ പോയി. നിരവധി തവണത്തെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? 2012-13 കേന്ദ്ര ബഡ്ജറ്റിൽ അതിന് ഫണ്ട് വകയിരുത്തി. ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ അവിടെ അടിപ്പാതയുണ്ട്, അടിപ്പാതയിലൂടെ സുഗമമായി യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് ഞങ്ങൾ അഭിമാനത്തോട് പറയുന്ന പദ്ധതികളാണ്. ജനങ്ങൾ സാധാരണ നിലവിൽ 5 വർഷത്തെ ഭരണം BJPയുടെ ഭരണം പിന്നോട്ടടിച്ചു എന്നാണ് പറയുന്നത്. അതിലേക്ക് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കി, അതിനു വേണ്ടി ഞങ്ങൾ ഒരു വീട് അക്വയർ ചെയ്യേണ്ടി വന്നു. ആ വീട് അക്വയർ ചെയ്യാനായിട്ട് ഗവൺമെൻറ് അക്വയർ ചെയ്യും, റെയിൽവേ അക്വയർ ചെയ്യും. അവർക്ക് കാശ് കിട്ടുമ്പോൾ 4-5 വർഷം എടുക്കും. അവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല. അവിടെയാണ് ഭരണസമിതിയുടെ ആർജവം കാണേണ്ടത്. അന്ന് ഭരണം കോർപ്പറേഷൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഞങ്ങൾ രാജംപല്ലൻ മേയറെ കണ്ടു. അവിടുത്തെ പ്രാദേശികമായ ഒരു സമിതി ഉണ്ടാക്കി, ജനകീയ സമിതി ഉണ്ടാക്കി. പണം കണ്ടെത്തി ആ വീട്ടുകാർക്ക് ഞങ്ങൾ മുൻകൂർ പണം കൊടുത്ത് അവരെ ഒഴിപ്പിച്ചിട്ട് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ അടിപ്പാത നിർമ്മിച്ചത്. നമുക്ക് പൈസ കിട്ടുന്നത് വെറുതെ കൊണ്ട് നമുക്ക് ചെലവഴിക്കാനായിട്ട് വലിയ ജനപ്രതിനിധിയൊന്നും ആവണ്ട. അത് എങ്ങനെയാണ് അത് നമ്മുടെ ലക്ഷ്യം എങ്ങനെ നേടാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രസക്തി. അപ്പോൾ അവിടുത്തെ പ്രധാന പ്രശ്നം അവിടെ ഒരു അപ്രോച്ച് റോഡില്ല. അവിടെ ഞങ്ങൾ ആ വഴിക്ക് യാത്ര ചെയ്താൽ അറിയാം, ഒരു കുപ്പിക്കഴുത്താണ്. ആ കുപ്പിക്കഴുത്ത് നേരെയാക്കാനായിട്ട് അവിടെയുള്ള ഒരു വസ്തു വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചതാണ്. ഈ ജനകീയ സമിതിയും പഞ്ചായത്തും ഒക്കെ കൂടി സംയുക്തമായിട്ട്. അപ്പോഴേക്കും ഭരണസമിതിയുടെ കാലാവധി തീർന്നു. അന്നത്തെ ഏറ്റവും പ്രധാന ആവശ്യമാണ് ആ വഴിയിലുള്ള ആ അപ്രോച്ച് റോഡ്. ഈ 10 വർഷക്കാലമായിട്ട് ആ കല്ലിൻ്റെ മുകളിൽ ഒരു കല്ലെടുത്ത് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ BJP ഭരിക്കുന്ന ഭരണസമിതിക്ക്. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇവർ പറഞ്ഞല്ലോ അവരുടെ മന്ത്രിമാരുടെയൊക്കെ ഇടപെടലും ഫണ്ട് കൊണ്ടുവന്നതും രാജ്യസഭ MP-യുടെ ഫണ്ടൊക്കെ കൊണ്ടുവന്നു. അതുപോലെ എന്തെങ്കിലും തരത്തിൽ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കേണ്ടതാണ്. കാർഷിക മേഖലയ്ക്ക് പിന്നെ എങ്ങനെയായിരുന്നു കഴിഞ്ഞ 5 വർഷം എടുത്ത് നോക്കുമ്പോൾ? കഴിഞ്ഞ 5 വർഷത്തിൻ്റെ ഞാൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ സമ്പൂർണ്ണ തരിശുരഹിത പഞ്ചായത്താക്കി പ്രഖ്യാപിച്ചൊരു പഞ്ചായത്താണ് അവനിശ്ശേരി. ഇന്ന് ഏത് മേഖലയിലാണ് അവിടെ കാർഷിക മേഖല? തെരുവുകൾ കാർഷിക മേഖലയിലെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കാർഷിക മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ തന്നെ ഒരു 4 ഏക്കറിൽ തിരുവാഞ്ചിറക്കുളം സ്ഥിതി ചെയ്യുന്നുണ്ട്. തിരുവാഞ്ചിറക്കുളം 4.5 ഏക്കറിൽ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മൈനർ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് 44 ലക്ഷം രൂപ പാസ്സാക്കിയിട്ടാണ് അതിന് ചുറ്റുമതിൽ എല്ലാ സൈഡ് കെട്ടി വൃത്തിയാക്കി ആ കുളത്തെ സംരക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ മൈനർ ഇറിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കും പൈപ്പ് കണക്ഷൻ പോലും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചത്. ഇന്ന് ആ പദ്ധതി നിങ്ങളൊന്ന് പരിശോധിക്കുക. നിങ്ങൾ സത്യസന്ധമായൊരു മാധ്യമധർമ്മം നോക്കിക്കൊണ്ട് അവിടെ പോയി പരിശോധിച്ച് കഴിഞ്ഞാൽ ആ പദ്ധതിയിൽ നിന്ന് അവിടുത്തെ വാർഡ് മെമ്പറും കുടുംബവും ബോട്ട് സവാരി നടത്തുകയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ കുളത്തിൽ. ഇത്രയും ദീർഘവീക്ഷണമില്ലാത്തൊരു പദ്ധതിയിൽപ്പെട്ട് എനിക്കതിന് പ്രതിവേട്ടനത്തെ കൃത്യമായിട്ട് അറിയാം. പ്രതിവേട്ടൻ ജനപ്രതിനിധി ഈ വർഷം ആയതുകൊണ്ട് ഈ ടൈമിൽ ഉള്ളതുകൊണ്ട് എനിക്കറിയാം. 10 ഏക്കറിൽ തരിശുരഹിത കൃഷി ചെയ്തു എന്നാണ് അവകാശം അത് ഉന്നയിക്കണം. അത് വാസ്തവമാണോ? നിലവിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ കൃഷിയിടങ്ങളിൽ വെള്ളത്തിൻ്റെ കുറവ് നിലവിലുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് ഒരു അവസരം കിട്ടിയപ്പോൾ ബോട്ട് ജെട്ടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി എന്ന് പറഞ്ഞ് ബോട്ട് ജെട്ടിയിൽ നിന്ന് വെള്ളം സമീപ പ്രദേശങ്ങളിലെ കുളങ്ങളിലേക്ക് നിറച്ച് ഈ പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി വലിയൊരു പദ്ധതിക്ക് ആരംഭം കുറിച്ചു. അതിനൊരു പ്രാഥമിക ഘട്ടം കഴിഞ്ഞു. അതിന് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിൽക്കുന്ന സമയത്താണ് ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നമ്മുടെ പ്രാദേശിക ഗവൺമെൻറ് പോകുന്നത്. പക്ഷേ അത് പൂർത്തീകരിക്കാൻ വന്നതിന് ശേഷമുള്ള ഗവൺമെൻറ് സാധിച്ചില്ല, പ്രാദേശിക സംവിധാനത്തിന് സാധിച്ചില്ല. അത് പൂർത്തീകരിക്കുകയാണെങ്കിൽ അവിടെ ഒരു പൂ കൃഷി ചെയ്യുന്നത് ഇരിപ്പൂ കൃഷിയിലേക്ക് വരെ മാറ്റാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുഴുവൻ പാടശേഖരങ്ങൾക്കും കൃഷി ഇറക്കണമെന്ന് അതാത് വാർഡിലത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ കൃഷിയിടങ്ങളിൽ നമ്മൾ ആവശ്യം ഉന്നയിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി എൻ്റെ പ്രദേശത്തുള്ള നാങ്കളം കൃഷിയിടം എന്ന് പറയുന്ന നാങ്കളം പാടശേഖരത്ത് നമുക്ക് കൃഷിയോഗ്യമാക്കി നമ്മൾ ഒരു പൂ കൃഷി ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റു ഇതര സ്ഥലങ്ങളിലും ചെയ്യുകയുണ്ടായി. മറ്റൊരു കാര്യം ഇതിൽ സൂചിപ്പിക്കാനുള്ളത്, നേരത്തെ എൻ്റെ സുഹൃത്ത് അനീഷ് ഇവിടെ അടിപ്പാതയെക്കുറിച്ച് സൂചിപ്പിച്ചു. അടിപ്പാത ഉടിശ്ശേരിക്കകത്ത് സംഭവിച്ച വലിയൊരു നേട്ടം തന്നെയാണ്. അതിന് ഞങ്ങൾക്ക് ഒരു അവകാശവാദമോ അല്ലെങ്കിൽ അതിനെപ്പറ്റി വളരെ വ്യത്യസ്ത അഭിപ്രായങ്ങളില്ല. ഈ പറഞ്ഞ പോലെ അവണിശ്ശേരിത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് ചങ്ങലേറ്റ് വഴി, ഒല്ലൂർ കടന്ന് തൃശ്ശൂർക്ക് പോകുന്ന എളുപ്പ വഴിയാണ്. അത് ആ സമയത്ത് റെയിൽവേയിൽ നിന്ന് അത് അനുവദിക്കുന്നതിന് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടെ അന്ന് ഒല്ലൂർ MLA-യുടെ ഇടപെടലും കൂടി അകത്തുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ മറക്കാൻ സാധിക്കില്ല. അങ്ങനെ അത് ഇടപെട്ട് അതിൻ്റെ അടിപ്പാത വരുന്ന സമയത്ത് അവിടെ കോൺഗ്രസ് മാത്രമല്ല അവിടുത്തെ സകല രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു സംവിധാനത്തിൽ ഒരു ജനകീയ സമിതി ഉണ്ടാക്കിയിട്ടാണ് ആ ജനകീയ സമിതിയാണ് അതിന് വേണ്ട കാശ് കളക്ട് ചെയ്ത് ആ സ്ഥലം അക്വയർ ചെയ്ത് അതിന് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയത്. അത് പോയതിന് ശേഷം ഈ പറഞ്ഞ നെക്സ്റ്റ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഘട്ടം കഴിഞ്ഞപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കുപ്പിക്കഴുത്ത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇങ്ങനെ കടന്നു പോയി ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ
വാഹനങ്ങൾ അപ്പുറത്തെ റോഡിൽ ഇപ്പുറത്തെ റോഡിൽ ഒരു കാർ തിരിക്കാൻ സാധിക്കില്ല. കൃത്യമായി അവിടെ നിന്നൊരു വണ്ടി വന്ന ആ വഴി ബ്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ആ കുപ്പിക്കഴുത്ത് മാറ്റുന്നതിന് വേണ്ടി വേറൊരു സ്ഥലം എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആലോചന യോഗം അവിടെ നടന്നു. ഈ ആലോചന യോഗത്തിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് ആ വാർഡ് പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസിൻ്റെ ജനപ്രതിനിധിയാണ്. 5ാം വാർഡ് മെമ്പർ എന്ന നിലയിൽ കോൺഗ്രസ് ജനപ്രതിനിധിയാണ്. ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചു. ഇപ്പോൾ സാധാരണയിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വാർഡിനകത്തൊരു വികസന പ്രവർത്തനം വരുമ്പോൾ ഞാനാണല്ലോ കൂടുതൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊരു പ്രയത്നം ആളഭാഗത്തുണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ ആദ്യത്തെ 1-2 യോഗങ്ങൾക്ക് ശേഷം അതിന് ഒരു വെളിച്ചം കാണാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ഇവിടുത്തെ 3 മുന്നണികളും എപ്പോഴും ഒരു പ്രാദേശികമായിട്ട് ഇപ്പോൾ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ആ കുപ്പിക്കഴുത്ത് തീർത്ത് അവിടെ ആരെങ്കിലും സ്ഥലം ഏറ്റെടുത്ത് ആ അടിപ്പാത റോഡ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള ആവശ്യം വളരെ പ്രശസ്തമാണ്. അത് ആർക്കാണോ ഇതിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അടുത്ത തവണ അധികാരത്തിലേക്ക് വരുന്നതെങ്കിൽ ഞങ്ങളുടെ നല്ലൊരു ശ്രമം ഉണ്ടാവും അത് തീർക്കുന്നതിന് വേണ്ടി ആ റോഡ് നല്ല രീതിയിൽ പോകാനായിട്ട്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണകോട്ടങ്ങൾ അങ്ങ് ഉയർത്തി കാണിക്കുന്നത് 5 വർഷത്തെ ഭരണം പരിശോധിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ മുൻ രാജ്യസഭാ MP ആയിരുന്ന സുരേഷ് ഗോപി അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ദത്തെടുത്ത ഒരു സമയമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂർ ജില്ലയിൽ തന്നെ BJP ഭരിക്കുന്ന ഏക പഞ്ചായത്താണ് അവണിശ്ശേരി. അപ്പം അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഉൾപ്പെടെ ആളുകൾ വിചാരിച്ചത് ഇത്രയും വലിയ ഒരു സംവിധാനം ഇപ്പം നമുക്കറിയാം നമ്മളുടെ കേരളത്തിലെ സർക്കാരിനെ എങ്ങനെയാണ് സാമ്പത്തികമായി ഞെരുക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പകൽ പോലെ വ്യക്തമാണ്. ഇപ്പോൾ എന്നിട്ടും നമ്മുടെ സർക്കാർ നേരത്തെ കളിയാക്കിയിട്ടാണ് കോൺഗ്രസ് അംഗം പെൻഷനെ പറ്റി പറഞ്ഞത്, അല്ലെങ്കിൽ കിറ്റ് കൊടുത്ത കാര്യത്തെ പറ്റി കളിയാക്കിയിട്ടാണ് സൂചിപ്പിച്ചത്. പക്ഷേ ഞങ്ങൾ ആ കളിയാക്കൽ ഏറ്റെടുക്കുകയാണ്. കാരണം ഇവിടുത്തെ 62 ലക്ഷം കുടുംബങ്ങൾ ഞങ്ങൾ കൊടുക്കുന്ന ഈ പെൻഷൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ എന്താ പറയുക മാതാപിതാക്കൾ അവിടെ മക്കൾ നോക്കാൻ പറ്റാതെ അല്ലെങ്കിൽ മക്കളില്ലാത്ത കുടുംബങ്ങൾ ഇപ്പോൾ 1600 നിന്ന് വർദ്ധിച്ച് 2000 പൈസ കാത്തിരിക്കുകയാണ്. അവർക്ക് മരുന്ന് വാങ്ങാൻ, അവർക്ക് അരി വാങ്ങാൻ, അവർക്ക് വീട്ടിലേക്ക് വേണ്ട ആവശ്യ സാധനങ്ങൾ വാങ്ങാൻ, അവരെ മക്കളുടെയോ മറ്റു മരുമക്കളുടെയോ കൈ നീട്ടാതെ അവരുടെ സ്വന്തം കാര്യം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ഗവൺമെൻറ് കൃത്യമായി ആ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 2000 രൂപ ആക്കി വർദ്ധിപ്പിച്ചത് ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകൾക്കും വളരെ താല്പര്യപൂർവ്വം സന്തോഷപൂർവ്വം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി ഈ വരുന്ന ഡിസംബർ മാസത്തെ പെൻഷൻ 15-ാം തീയതി തൊട്ട് കൊടുത്തു തുടങ്ങാണ്. 2000 രൂപയായിട്ട് വർദ്ധിച്ച് പെൻഷൻ കൊടുക്കുകയാണ്. അതുകൂടാതെയാണ് നമ്മളുടെ സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമകരമായ പരിപാടി. നമ്മളെ 35 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് അവർ AAY കാർഡും അതുപോലെ തന്നെ BPL റേഷൻ കാർഡിൽ ഉടമകളിൽപ്പെട്ട ആളുകൾക്ക് 1000 രൂപ പ്രതിമാസം കൊടുക്കാൻ പോവുകയാണ് ഈ സർക്കാർ. അതിൻ്റെ എല്ലാ ഭരണാനുമതി കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിന് അപേക്ഷ കൊടുത്തുകൊണ്ട് അതിന് വേണ്ട രേഖകൾ കൊടുത്തുകൊണ്ട് അവർക്കും പെൻഷൻ കൊടുക്കാൻ പോവുകയാണ്. ഈ 2 പെൻഷനും നമ്മൾ കൊടുക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഒരു സഹായമില്ലാതെയാണ്. ഇത് കൊടുക്കുമ്പോൾ 1 കോടി കുടുംബങ്ങളിലേക്കാണ് ഈ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള പെൻഷൻ എത്തിക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. അതിനെ കുറ്റപ്പെടുത്തിയോ കളിയാക്കിയിട്ടോ ഒരു രാഷ്ട്രീയ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ജനക്ഷേമകരമായ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടുന്ന LDF ഗവൺമെൻറ്റാണ്, LDFൻ്റെ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായിട്ട് ഈ സുരേഷ് ഗോപി ദത്തെടുത്ത സമയത്തും അതിനുശേഷം കഴിഞ്ഞ 1.5 വർഷമായി സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി വന്ന സമയത്തും നമ്മൾ പ്രതീക്ഷിച്ചത്, അതായത് അവണിശ്ശേരിക്കകത്തെ രാഷ്ട്രീയക്കാർ പ്രതീക്ഷിച്ചത് വളരെ വലിയ വികസന പ്രവർത്തനങ്ങൾ അവണിശ്ശേരിക്ക് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. അവണിശ്ശേരിക്ക് വലിയ തോതിലുള്ള വികസന പ്രവർത്തനം വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഒരു പ്രതീക്ഷകൾക്ക് എന്ന് പറയാൽ പ്രതീക്ഷമായി നിൽക്കുകയല്ലാതെ 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം രൂപ വരെ ചെറിയ ചെറിയ റോഡുകൾ, കുറച്ച് സ്ട്രീറ്റ് ലൈൻ വലിക്കാനുള്ള പൈസ, നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പകൽ വീട്, പകൽ വീടിൽ തന്നെയാണ് അംഗനവാടി കെട്ടിടം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ചെറിയ ചെറിയ പദ്ധതികൾക്കാണ് അദ്ദേഹത്തിന്റെ ഫണ്ട് നമുക്ക് വിനിയോഗിച്ചത്. അടിസ്ഥാനമായ സൗകര്യങ്ങളിലേക്ക് പഞ്ചായത്ത് പോയില്ലെന്നാണ് ആരോപിക്കുന്നത്. അതായത് നമുക്ക് പ്രധാനമായി വേണ്ടത് അവണിശ്ശേരി ഇപ്പോൾ നമുക്ക് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒരു ചെറുപ്പക്കാർക്ക് ആവശ്യമുള്ളത് ഒരു ഗ്രൗണ്ടാണ്. ഈ സ്വപ്നമായി നിൽക്കുകയാണ്. എപ്പോഴും ചെറുപ്പക്കാരായ ആളുകൾ കേരളോത്സവം പോലെയുള്ള പരിപാടികൾ വരുമ്പോൾ പറയും, പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളെ മെമ്പർമാരോട് സൂചിപ്പിക്കും, അടുത്ത തവണ കേരളോത്സവം വരുമ്പോഴേക്കും ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കും, ആവശ്യം ഉന്നയിക്കാറുണ്ട്. ഇതുവരെ അതിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മളെ അവണിശ്ശേരി പഞ്ചായത്തിനകത്ത് സ്വന്തമായൊരു ആംബുലൻസ്, നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ, ഒരു മരണമുണ്ടായാൽ ഒരു ആംബുലൻസോ ഒരു ഫ്രീസറോ അവണിശ്ശേരിക്കകത്തില്ല. അത് ചേർപ്പ് പഞ്ചായത്തിൽ നിന്നോ പാർലം പഞ്ചായത്തിൽ നിന്നോ കുറുക്കഞ്ചേരിന്നോ ഒല്ലൂരിൽ നിന്നോ എടുക്കണം. അപ്പോൾ ആ സംവിധാനം അവണിശ്ശേരിക്കകത്തില്ല. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഇതൊന്നും നമുക്ക് ഗുണകരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ തുടങ്ങി ചെറുപ്പക്കാരായ ആളുകൾക്ക് ഇപ്പോൾ നമുക്കറിയാം ഈ അവസാന കാലഘട്ടത്തിൽ നമ്മളുടെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ PSCയിലൂടെയാണ് നിയമനം കൊടുത്ത ഏക സംസ്ഥാനം കേരളമാണ്. 3 ലക്ഷത്തിൽ പരം ആളുകൾക്കാണ് ഒരു ജോലി എന്ന സ്വപ്നം പൂവണിഞ്ഞത്. അതിന് കൂടാതെ
വിജ്ഞാന കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജോബ് മേളകൾ നടത്താൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സൂചിപ്പിക്കുകയും ആ രജിസ്ട്രേഷൻ നടപടിക്കകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു താല്പര്യം ഈ അവണിശ്ശേരി കാണിച്ചില്ല. മറ്റിതര പഞ്ചായത്തുകളെല്ലാം ജോബ് മേളകൾ സംഘടിപ്പിച്ചപ്പോൾ അവണിശ്ശേരി പഞ്ചായത്ത് നടത്തിയില്ല. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ജോലിക്ക് ആവശ്യമുള്ള ആളുകളെ ഞങ്ങളെപ്പോലെ ഇടതുപക്ഷ ജനപ്രതിനിധി ആളുകൾ അവരെ മീറ്റിങ്ങുകൾ വിളിച്ച് അവരുടെ വിജ്ഞാന കേരളം അതിലേക്ക് അവരെ ആഡ് ചെയ്തുകൊണ്ട് അവർക്കുള്ള ജോബ് മേളകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കൊരു ജോലി അവസരങ്ങൾ ഞങ്ങൾ നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നൈപുണ്യ വികസന ക്ലാസുകൾ, അതുപോലെ തന്നെ പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ. നമ്മളെ പ്രളയത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് 5 കോടി രൂപയാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് പ്രളയത്തിന് ശേഷം പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി കൊടുത്തത്. പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി കൊടുത്തു. 4% പലിശയ്ക്ക് സംഖ്യ 5 കോടി രൂപ കൊടുത്തു. ഈ 5 കോടി രൂപയിൽ ഈ സമീപ പ്രദേശത്തെ പാറളം, ചേർപ്പ്, വല്ലച്ചിറ, അവണിശ്ശേരി എന്ന് പരിശോധിക്കുമ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് ഈ ഗവൺമെൻറ് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൻ്റെ എത്ര സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചു, എത്ര കോടി രൂപയുടെ വികസന എന്ന് പറയുക വ്യവസായ യൂണിറ്റുകൾ ആരംഭിച്ചു എന്ന കണക്ക് മാധ്യമപ്രവർത്തനത്തിലേക്ക് നിങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിലെ വ്യവസായ ഓഫീസറുടെ ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കും. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പുകൾ അനുവദിച്ചത് നമ്മളെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള വ്യവസായ യൂണിറ്റാണ്. അതിൻ്റെ ഭാഗമായി അവണിശ്ശേരിക്കടക്കം പല സ്റ്റാർട്ടപ്പ് യൂണിറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറുപ്പക്കാർ, യുവക്കൾക്ക് ഉൾപ്പെടെ വലിയൊരു പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിൻ്റെ ഭരണം കൊടുക്കുന്നത്. അത് അവണിശ്ശേരിക്കകത്ത് നമ്മൾ കൊടുത്തു. പക്ഷേ ഇത്രയും വലിയ പ്രതീക്ഷകൾ സുരേഷ് ഗോപിയുടെയും അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനോടെയും ഫണ്ടുകളിലൂടെ വികസനത്തിലൂടെ വരുമെന്ന് പറഞ്ഞ ആളുകൾ ആ പ്രതീക്ഷ മാത്രമായിട്ടാണ് ഉണ്ടായത്. പക്ഷെ അവരുടെ ഒന്നും സംഭവിച്ചില്ല എന്നാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ അംഗത്തട്ടിലേക്ക് ഇറങ്ങുമ്പോൾ UDF ജനങ്ങൾക്ക് കൊടുക്കുന്ന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞ ആ പെൻഷൻ പരിഹാസം എന്ന് പറയുന്ന ഒരു വാക്ക് പ്രതിപാദിച്ചതിൻ്റെ മറുപടി പറയാണ്. പെൻഷൻ ഈ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത് വലിയ ഒരു പുണ്യമായിട്ട് കണക്കാക്കുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ. ഒരിക്കലും അവരുടെ പെൻഷൻ അവർക്ക് കൊടുക്കുന്നതിനല്ല ഞങ്ങൾ പരിശീലിച്ചത്. ഈ സ്വന്തം കാര്യം നേടുവാൻ വേണ്ടിയിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ആ ഒരു തന്ത്രത്തെ മാത്രമാണ് ഞാൻ അവിടെ പരിഹസിച്ചത്. അല്ലാതെ ജനങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നതിന് ഒരിക്കലും ഞങ്ങളെതിരല്ല. ഞങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രഖ്യാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും ഞങ്ങൾക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഞങ്ങളുടെ പഞ്ചായത്ത് 2010-15 കാലഘട്ടത്തിലെ ഭരണസമിതി തുടങ്ങി വെച്ച കുറേ പദ്ധതികളുണ്ട്. നേരത്തെ പ്രദീപോട് സൂചിപ്പിച്ചു. അടിപ്പാത ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചാണ്. അതിൻ്റെ അപ്രോച്ച് റോഡ് ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ ഏറ്റവും ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു പദ്ധതി, എന്ത് വില കൊടുത്തും ആ അപ്രോച്ച് റോഡ് നിർമ്മാണം 1 വർഷത്തിനകത്ത് ഞങ്ങൾ പൂർത്തീകരിക്കും. ഒപ്പം തന്നെ ഞങ്ങൾ എൻ്റെ സുഹൃത്ത് പ്രദീപോട് സൂചിപ്പിച്ചു ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്വപ്നം. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രൗണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് നടന്നതിൽ, ഈ നാട്ടിലെ പ്രശ്നങ്ങൾ അന്വേഷിച്ച് നടന്നതിൽ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യുവാക്കളുടെ ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്വപ്നം. കളിക്കാൻ ഗ്രൗണ്ടില്ല. അങ്ങനെ ഞങ്ങൾ കണ്ടെത്തി 88 സെൻറ്റ് സ്ഥലം കണ്ടെത്തി അവണിശ്ശേരിയിലെ പാലിശ്ശേരി വില്ലേജിൽ. അതിന് വഴിയുണ്ടായിരുന്നില്ല. ആ വഴിയില്ലാതെ തന്നെ ഞങ്ങൾ അവിടെ എന്ത് ചെയ്തു, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വസ്തു അളന്ന് തിട്ടപ്പെടുത്തി. ആ വസ്തു 4 സൈഡും കരിങ്കൽ കൊണ്ട് കെട്ടി സംരക്ഷിച്ചു. അതിനുശേഷം ആ വസ്തുവിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പാടം ഏരിയയാണ്, അവിടേക്ക് വഴി ഞങ്ങൾ എത്തുവാൻ വേണ്ടിയിട്ട് അവിടുത്തെ പാടശേഖര സമിതിയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് ഞങ്ങൾ അന്നത്തെ ഭരണസമിതി സ്ഥാനമൊഴിയുന്നത്. ഞാൻ ആ സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിക്കും. അവിടേക്കുള്ള വഴി ഞങ്ങൾ കണ്ടെത്തിയതിന് ശേഷം അവിടേക്കുള്ള നിർമ്മാണം ഞങ്ങൾ പൂർത്തീകരിക്കും. ഞങ്ങൾ ഹോമിയോ ആശുപത്രി നേരത്തെ പറഞ്ഞതുപോലെ വനിതാ വ്യവസായ കേന്ദ്രത്തിലായിരുന്നു ഞങ്ങളുടെ ഹോമിയോ ആശുപത്രി ഉണ്ടായിരുന്നത്. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് അതിന് വേദിയില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ ആ വനിതാ വ്യവസായ കെട്ടിടത്തിലേക്ക് നിർമ്മാണം പൂർത്തീകരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന് പറയുന്നതാണ് വനിതാ വ്യവസായ കേന്ദ്രം. ഞങ്ങളുടെ പഴയ പഞ്ചായത്ത് മെമ്പർ ഷീന ചന്ദ്രൻ ഉണ്ടായിരുന്ന സമയത്ത് അവർ നിർമ്മാണം പൂർത്തീകരിച്ച, അവർ വാങ്ങി ആ സ്ഥലം അക്വയർ ചെയ്ത് അതിൽ വനിതാ സംരംഭ കേന്ദ്രങ്ങൾ തുടങ്ങി. ഞാൻ പഞ്ചായത്തിലുണ്ടായിരുന്ന സമയത്ത് ഇത് വനിതാ വ്യവസായ കേന്ദ്രം ഒരു വലിയ ബിൽഡിംഗ് നിർമ്മാണം പൂർത്തീകരിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി CN ബാലകൃഷ്ണന്റെ കാലഘട്ടത്തിലായിരുന്നു അത്. അദ്ദേഹം നമ്മുടെ VR കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ശ്രമഫലമായി നിർമ്മാണം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഖാദി വ്യവസായ കേന്ദ്രം ഉണ്ടായിരുന്നു. ആ ഖാദി വ്യവസായ കേന്ദ്രത്തിലേക്ക് അവിടെ നിന്ന് ഞങ്ങൾ അവിടെ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ വനിതാ വ്യവസായ കേന്ദ്രത്തിലേക്ക് നൂൽ നൂൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർക്കയും മറ്റും കൊണ്ടുവന്ന് അവിടെ നല്ല രീതിയിൽ വനിതകൾക്ക് തൊഴിൽ ലഭിച്ചുകൊണ്ടിരുന്ന സംഭവം ഇന്ന് അവിടെ മാലിന്യ കൂമ്പാരമാണ്. അത് ഞങ്ങൾ പൂർണ്ണമായും മാറ്റി അവിടെ ഞങ്ങൾ വനിതകൾക്ക് വേണ്ടി വരുന്ന എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ചെയ്യും.
കാർഷിക മേഖല തീർച്ചയായിട്ടും ഈ പറയുന്ന തിരുവാഞ്ചിറ കുളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തിരുവാഞ്ചിറ കുളത്തിൽ നിന്നും മൈനർ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നേരത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിൻ്റെ ലഭ്യത കുറവുണ്ട്. ആരോഗ്യ മേഖല പൂർണ്ണമായിട്ടും അവിടെ ആരോഗ്യ മേഖലയിലേക്ക് നമുക്ക് പരിശോധിക്കുമ്പോൾ ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രി, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഈ മൂന്നും നിലവിലുണ്ട്. അവിടെ കിടത്തി ചികിത്സയില്ല. കിടത്ത ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നാണ് ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യുവാക്കൾക്കായിട്ടാണ് പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നത്. ഈ പറയുന്ന യുവാക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഗ്രൗണ്ട് എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന. കായിക മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ് പ്രഥമ പരിഗണന. രണ്ടാമത്തെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പറഞ്ഞു വരികയാണ്, ഞാൻ അതിലേക്ക് കടന്നു വരികയാണ്. ഞങ്ങളുടെ പ്രകടന പത്രികയിലുണ്ട്. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സിനെതിരെ ശക്തമായ നടപടികൾ കൈക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ എല്ലാ വാർഡുകളിലും അതിനു വേണ്ടിയിട്ടുള്ള ഓരോ യൂണിറ്റുകൾ രൂപീകരിക്കാനുള്ള തീരുമാനമാണ്. പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ട് ഈ പറയുന്ന പ്രവർത്തികൾ എവിടെയൊക്കെയാണോ നടക്കുന്നത് നമുക്കറിയാം. ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല. കോൺഗ്രസിന്റെ നിലവിലുള്ള അവണിശ്ശേരിയിലെ ഇതുവരെയുള്ള ഒരു പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ എത്ര സീറ്റിലേക്ക്? ഞങ്ങൾ 9 സീറ്റിൽ വളരെ കഴിഞ്ഞ വർഷത്തേക്കാളും വലിയ തോതിൽ 9 സീറ്റിൽ ഞങ്ങൾ സമ്പൂർണ്ണമായിട്ട് വിജയം ഞങ്ങൾ കോൺഫിഡൻസ്. എന്താണ് അതിന്റെ ഒരു പിന്നിലുള്ള പ്രധാന കാരണം ഒന്ന് തന്നെയാണ്. ഈ 10 വർഷത്തെ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും 72% ആളുകൾ ആ ഭരണത്തിനെതിരായിട്ടാണ് വോട്ടിയത്. ഇനി ഈ വരുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അവരുടെ മുന്നിൽ ഇനി ഒരു പരിഹാരം കാണണമെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്ത് കെ പ്രദീപ് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ LDF-ഉം ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിലാണ് മത്സരം. എന്റെ സുഹൃത്ത് പറഞ്ഞ കാര്യമല്ലേ അത് നമുക്ക് ഈ പറയുന്ന 2025 13-ാം തീയതി നമുക്ക് ഒരു ഉച്ചയോട് കൂടിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, എന്തായാലും എന്താണ് LDF മുന്നോട്ട് വയ്ക്കുന്ന പ്രഖ്യാപനങ്ങൾ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിലവിലെ കഴിഞ്ഞ വർഷങ്ങൾ മുൻപുള്ള കാര്യങ്ങളാണ് എൻ്റെ സുഹൃത്തായ വക്കീൽ ഇവിടെ സൂചിപ്പിച്ചത്. നമ്മളെപ്പോഴും നമ്മളുടെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളാണ് പൊതുജനങ്ങൾ ശ്രദ്ധിക്കുകയുള്ളൂ. അവണിശ്ശേരി പഞ്ചായത്തിനകത്ത് ഞാൻ 10 വർഷമായിട്ട് ജനപ്രതിനിധിയായിരുന്നു. അതിന് മുൻപ് ഒരു പൊതുപ്രവർത്തനമായിട്ട് മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഞാൻ ആ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് പോകുന്നില്ല. നിലവിലെ കഴിഞ്ഞ 5 വർഷത്തിനകത്ത് ഈ അവണിശ്ശേരി കണ്ട കുറേ വികസനങ്ങളുണ്ട്. അതിൽ പ്രധാന വികസനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആനക്കല്ല്, പാലക്കൽ, പൂച്ചിനിപാടം, ഗേറ്റ് വരെയുള്ള റോഡുകൾ. അതുപോലെ തന്നെ പ്രധാനമായി ഇപ്പോൾ നമ്മൾ നടപ്പാക്കിയ വികസനം എന്ന് പറഞ്ഞാൽ ആനക്കല്ല് സെൻറ്ററിലെ ഒരു പുതിയ ബസ് സ്റ്റോപ്പുകൾ നമ്മുടെ പ്രിയപ്പെട്ട MLA-യുടെ ഫണ്ടുകൾ ഉപയോഗിച്ച് 3 ബസ് സ്റ്റോപ്പുകൾ നമ്മൾ ആനക്കല്ല് നമ്മൾ നിർമ്മിക്കുകയുണ്ടായി. അത് ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്നതിന് ബന്ധപ്പെട്ട് കുറച്ച് സ്ഥലം PW സ്ഥലം നമുക്ക് അത് പഞ്ചായത്തിൻ്റെ PW ആസിലേക്ക് മാറ്റിയെടുക്കുന്നതിന് കുറച്ച് തടസ്സങ്ങളുണ്ടായി. പക്ഷേ ആ തടസ്സങ്ങൾ അതിൻ്റെ തീർത്തുകൊണ്ട് തന്നെ നല്ല മനോഹരമായ 3 ബസ് സ്റ്റോപ്പുകൾ ആനക്കല്ലിൽ വന്നത് പ്രിയപ്പെട്ട MLA-യുടെ ഒരു വികസന പ്രവർത്തനമാണ്. ശരി. അതുകൂടാതെ നമുക്ക് 3-4 ഹൈമാസ്റ്റ് ലൈറ്റുകൾ MLA-യുടെ ഫണ്ടിൽ നിന്ന് കിട്ടി. ഞാൻ പറയട്ടെ, കിട്ടി. ഇപ്പൊ ഞാൻ അവണിശ്ശേരി പഞ്ചായത്തിന്റെ ആനക്കൽ സെൻട്രൽ മെമ്പറായിരുന്നു. ഞാൻ എൻ്റെ വാർഡിൽ ഉൾപ്പെടെ 7 ഹൈമാസ്റ്റ് ലൈറ്റുകളാണ് എൻ്റെ വാർഡിൽ മാത്രം. നിങ്ങൾ മറ്റു ഇതര ഗ്രാമപഞ്ചായത്തുകളോ മറ്റു ജില്ലയിൽ തന്നെ പരിശോധിച്ചാൽ ഒരു വാർഡിനകത്ത് 7 ഹൈമാസ്റ്റ് ലൈറ്റുകൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അതിന് പ്രധാന കാരണമുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ യുവാക്കൾക്കിടയിലുള്ള ഈ തരത്തിലുള്ള മയക്കുമരുന്ന്, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ഉപയോഗങ്ങളുടെ ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നമ്മളുടെ പരിസര പ്രദേശങ്ങളിൽ നമ്മളുടെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിന് ബന്ധപ്പെട്ട് ഈ 2 കാര്യങ്ങളിലും ഞാൻ വളരെ ശ്രദ്ധ കൊടുക്കുന്നൊരു മെമ്പറായിരുന്നു, അല്ലെങ്കിൽ ജനപ്രതിനിധിയായിരുന്നു. ആനക്കല്ലിലേക്ക് പോകുന്ന ഒരു 9-ാം വാർഡും 3-ാം വാർഡും സംയോജിക്കുന്ന ഒരു പ്രദേശത്ത് ഈ ചെറിയ എന്ന് പറയുക മാലിന്യ കൂമ്പാരങ്ങൾ ആരാണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ വലിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും വലിച്ചെറിഞ്ഞ് ഏകദേശം ഒരു 5-ഓ 6-ഓ എന്ന് പറയുക ടിപ്പറിലാണ് മാലിന്യങ്ങൾ ഞങ്ങൾ സംസ്കരിക്കാൻ എടുത്തത് ആ ചാലുകളിൽ നിന്ന്. അപ്പോൾ അന്ന് തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു, അവിടെയാണെങ്കിൽ കുറച്ച് വീടുകളില്ലാത്തൊരു പ്രദേശമാണ്, ചെറിയൊരു കാട് പിടിച്ച് കിടന്ന പ്രദേശം. കാടുകളെല്ലാം എല്ലാ വർഷവും 1-2 തവണ ഞങ്ങൾ വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ മാലിന്യം ഇടുന്നതിന് ഒരു കുറവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ പ്രദേശത്ത് ഒരു ഹൈമാസ്ലേറ്റ് ഗുരുജി നഗർ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചപ്പോൾ, ഈ കോൺഗ്രസിൻ്റെ ഓഫീസിൻ്റെ മുൻവശം കൂടിയാണത്, അവിടെ വെച്ചപ്പോൾ ഈ മാലിന്യം എറിയുന്ന പരിപാടി അവിടെ നിന്നു. അതോടൊപ്പം തന്നെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ഗോഡൗണൊക്കെയുള്ള ഒരു പ്രദേശമുണ്ട്. അവിടെ രാത്രി സമയത്ത് എവിടെ നിന്നൊക്കെയോ കുറേ ആളുകൾ വന്ന് സംഘടിച്ച് നിൽക്കുന്നതൊക്കെയായിട്ട് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യങ്ങളെ കുറിച്ചാണ് ആയിക്കോട്ടെ, അല്ല ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ.
ഈ സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ പുറമേ നിന്ന് വന്ന് വാഹനത്തിൽ വന്ന് അവിടെ കൂട്ടമായി നിൽക്കുന്നൊക്കെ ഞങ്ങൾ ജനപ്രതിനിധി നിലയ്ക്ക് പരാതികളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവിടെയും കംപ്ലീറ്റ് അവിടെ വീടുകളില്ല, കംപ്ലീറ്റ് സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ നല്ല രാത്രി സമയത്ത് ലൈറ്റ് ഇട്ടുകൊണ്ട് തന്നെ അവിടുത്തെ പ്രദേശവാസികളോട് ഒരു ക്യാമറ അവിടെ വെച്ചുകൊണ്ട് തന്നെ ആ പ്രദേശവും നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിച്ചു. അവിടെ ഈ ഇഷ്യൂ വളരെ കുറയ്ക്കാൻ സാധിച്ചു. അങ്ങനെ തുടങ്ങി എവിടെയാണോ പ്രശ്നങ്ങൾ അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി അത് പരിഹരിക്കുക എന്നതാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വികസന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസനം അവണിശ്ശേരി കാത്തിരിക്കുന്നത് അറക്കത്താഴം പാലം പുനർനിർമ്മാണത്തിന് ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ബഡ്ജറ്റ് വിഹിതത്തിൽ നിന്ന് ആദ്യം 5 കോടി രൂപ അനുവദിക്കുകയുണ്ടായി. പക്ഷേ അതിനെ ബന്ധപ്പെട്ട പരിശോധനകൾക്ക് ശേഷം 5 കോടിയുടെ ആവശ്യമില്ല എന്ന് കണ്ടെത്തുകൊണ്ട് തന്നെ 3 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പ്രാഥമിക പ്രവർത്തനം കഴിഞ്ഞിരിക്കുകയാണ്. ആ പ്രാഥമിക പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറക്കത്താഴം പാലം നമ്മൾ പണിയുന്നതോടുകൂടി ആനക്കല്ലിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ആളുകൾക്ക് വെറും 6-7 കിലോമീറ്റർ കൊണ്ട് തൃശ്ശൂർ ടൗണിലേക്ക് എത്താനുള്ള പുതിയൊരു പാത തുറക്കാൻ പോവാണ്. അതാണ് അവണിശ്ശേരി കാണാൻ പോകുന്ന ഏറ്റവും വലിയൊരു വികസനം. അതിന് ഫണ്ട് അനുവദിച്ചു, അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ തുടരുകയാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നോട്ടെ, കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. അതിനുശേഷം നമ്മളുടെ അല്ല നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു. തെറ്റിദ്ധാരണല്ല, അത് നിങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ അന്വേഷിച്ചാൽ പണി തുടങ്ങിയെന്ന് പറയാൻ കാരണം സ്ഥലത്ത് പോവാം. അതായത് അല്ല പറയട്ടെ, ഞാൻ പറഞ്ഞത് അവണിശ്ശേരി കാത്തിരിക്കാൻ പോകുന്ന വികസനം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാണ്ട് പൂർത്തീകരിച്ച വികസനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. റോഡുകളായോട്ടെ, ഹൈമാസ്റ്റേറ്റുകളായോട്ടെ, കാണാൻ പോകുന്ന വികസനം അതിൽ തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു തെറ്റായ രണ്ടാമത്തെ മൂന്നാമത്തെ ബഡ്ജറ്റിലാണ് ഇത് അനുവദിക്കുന്നത്. അതിന് ബന്ധപ്പെട്ട് പഞ്ചായത്ത് അതിനൊരു ചെറിയ അതിന്റെ ബന്ധപ്പെട്ട പല വകുപ്പുകൾക്ക് വേണ്ടി അതിന്റെ പരിശോധനകൾ അതിന്റെ കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ 3 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ അവിടുത്തെ തൃശ്ശൂർ ടു ആനക്കൽ എന്ന് പറയുന്ന വലിയൊരു വികസനം അതോടെ തുറക്കും. അതോടൊപ്പം തന്നെ ബോട്ട് ജെട്ടി പ്രദേശത്ത് നമുക്കറിയാം, വലിയൊരു ബോട്ട് ജെട്ടി, ഒരു ചെറിയ പ്രാദേശികമായിട്ടുള്ള ഒരു കായലൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ പ്രധാനമായും അവിടെ ഒരു ബോട്ട് ജെട്ടി വിനോദസഞ്ചാര കേന്ദ്രം തുറക്കണം. ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വലിയൊരു പദ്ധതിക്ക് നമ്മൾ അവിടെ തുടക്കം കുറിക്കും. ഈ പാത കൂടി വന്നു കഴിഞ്ഞാൽ കാർഷിക മേഖലയിൽ നമുക്ക് പ്രധാനമായും ചെയ്യാനുള്ളത് നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ കുളങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്താതെ വെള്ളം നമുക്ക് ലഭിക്കില്ല. കരപ്പാടങ്ങളാണ് കംപ്ലീറ്റ്, അല്ലാതെ ഒരു കായലിന്റെ പരിസരത്തോ വേറെ വെള്ളത്തിന്റെ സ്രോതസ്സുള്ള പരിസരത്തല്ല. അതിന് വേണ്ടത് നേരത്തെ ഈ ബോട്ട് ജെട്ടി ലിഫ്റ്റ് ഇറിഗേഷന്റെ പദ്ധതി ബന്ധപ്പെട്ട് ഉണ്ടായ ആ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഏതൊക്കെ പ്രാദേശിക കുളങ്ങളാണോ അതിനോട് അടുത്തുള്ള വയലുകൾ ഉണ്ടെങ്കിൽ ആ കുളത്തിന്റെ വെള്ളം നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ കൃത്യമായ ജലസ്രോതസ് വികസിപ്പിച്ചുകൊണ്ട് അതിന്റെ പരിസര പ്രദേശങ്ങളിലെ വയലുകളിൽ കൃഷി ഇറക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പുതിയ നമ്മൾ സൂചിപ്പിച്ചല്ലോ, നമുക്ക് ഇല്ലാത്തൊരു കാര്യം കൊണ്ടുവരണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ അവർക്ക് വേണ്ട ഗ്രൗണ്ട് വേണം, അതിന് വേണ്ട സമീപ കാര്യങ്ങൾ വേണം. നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ഗ്രൗണ്ട് എന്നിവർ പറഞ്ഞത് ഒരു മണ്ണിട്ട ഒരു മണ്ണുകുഴി പോലെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു ഭൂമി ലെവലിൽ നിന്ന് താഴെ കിടക്കുന്ന ഒരു മണ്ണൊക്കെ എടുത്ത് അല്ലെങ്കിൽ വെട്ടുകലൊക്കെ കുത്തിയുന്ന ഒരു സമീപ പ്രദേശമാണ്. അതിനൊരു മാറ്റമില്ലാതെ നമുക്കത് ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ കൃത്യമായ രീതിയിൽ ഒരു പഞ്ചായത്തിനകത്ത് ഒരു ഗ്രൗണ്ട് വേണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മുഴുവൻ വേണമെന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതിന് ഭാഗമായി അത് പണം കൊടുത്ത് വാങ്ങുന്ന തരത്തിലേക്ക് ഭൂമി ലഭ്യമാവുകയാണെങ്കിൽ, ഇടതുപക്ഷം ഭരിക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിലേക്ക് മുന്നോട്ട് പോകും. ഗ്രൗണ്ട് മാത്രമല്ല നമ്മൾ യുവാക്കൾക്ക് വേണ്ടി കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി നമ്മൾ സഹായം കൊടുക്കും. പുതിയ സ്റ്റാർട്ടപ്പുകൾ, അതായത് ചെറുപ്പക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അവർക്ക് തൊഴിലാണ്. ഒരുപാട് ആളുകളാണ് പലതരത്തിലുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള പഠിപ്പ് കഴിഞ്ഞ് അല്ലെങ്കിൽ കൈത്തൊഴിലുകൾ സ്വായത്തകമാക്കി ഇരിക്കുന്ന ആളുകൾ. അവർക്ക് കൃത്യമായി അവർക്കൊരു സ്റ്റാർട്ടപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ധനസഹായം കൊടുക്കുന്നതിന് വേണ്ടി, അവർക്ക് സബ്സിഡി ലോൺ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ഈ പറഞ്ഞ പ്രാദേശിക ഗവൺമെൻറ്റുമായി സംയോജിപ്പിച്ച് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ അവണിശ്ശേരിക്കകത്തുള്ള ഖാദി നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ഖാദിയുടെ അവസ്ഥ നിങ്ങളൊന്ന് പരിശോധിക്കണം. വളരെ ദയനീയമായിട്ടാണ് ഖാദി ഇന്ന് മുന്നോട്ട് പോകുന്നത്. അത് വർഷങ്ങളായി കോൺഗ്രസ് ഭരിച്ചിരുന്നൊരു സ്ഥാപനമാണ്. വർഷങ്ങളായിട്ട് കോൺഗ്രസ് ഭരിച്ചിരുന്ന പല സ്ഥാപനങ്ങളും അവിടെ ഇട്ടുണ്ട്. പവർലൂം, ഹാൻഡ്ലൂം, ഇപ്പോൾ അവസാനം ഖാദി. ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വളരെ ദയനീയമായിട്ടാണ് ആ ഖാദി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം സ്ഥാപനങ്ങൾ തുടങ്ങുകയല്ല, ആ സ്ഥാപനങ്ങളെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ അതിന് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിൽ പോകേണ്ടതുണ്ട്. ആരോഗ്യ മേഖലയിൽ നമുക്ക് പറയാനുള്ളത് പ്രധാനമായും ആയുർവേദ ആശുപത്രിയും
അതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം PHC എന്ന് പറയുന്ന സ്ഥാപനവും അതോടൊപ്പം തന്നെ അവരുടെ ചെറിയൊരു ഓഫീസ് സംവിധാനം മാത്രമാണ് ഒരു വലിയൊരു പറമ്പിനകത്തുള്ളത്. പ്രാഥമിക ആരോഗ്യത്തിന് മുകളിൽ ഒരു വനിതാ ജിംനാസ്റ്റിക് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഹോമിയോ മറ്റേ ആയുർവേദ ആശുപത്രിയുടെ മുകളിൽ ഒരു യോഗ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതിനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ അവിടെ പുതിയൊരു കെട്ടിടത്തിൻ്റെ അനിവാര്യമായ ആവശ്യമാണ്. കാരണം അവിടെ ആശാവർക്കർമാരായ ആളുകൾ, അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലാസ്സുകൾ, എന്തെങ്കിലും ക്യാമ്പുകൾ ഇതൊന്നും നടത്തുന്നതിന് വേണ്ടി സൗകര്യം അതിനകത്തില്ല. അതുകൊണ്ട് ഏറ്റവും നൂതനമായ രീതിയിൽ ഇപ്പോൾ നേരത്തെ ഗീതാഗോപിയുടെ പേര് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, കുടുംബാരോഗ്യ കേന്ദ്രം കൊണ്ടുവന്നത് ഗീതാഗോപിയാണ്. 18 ലക്ഷം രൂപ അവസാന ഘട്ടത്തിൽ അനുവദിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടാണ് അത് അവനിശ്ശേരിയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രം ഇന്ന് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത്. അതിനുശേഷമാണ് അതിനകത്ത് പുതിയ ലാബ് സംവിധാനം കൊണ്ടുവന്നത്. പിന്നെ നമ്മളെ ആരോഗ്യ മേഖലയ്ക്ക് വരുന്ന ഫണ്ടുകൾ പ്രധാനമായും വരുന്നത് NRHM ഫണ്ടാണ്. ഈ NRHM ഫണ്ടിൽ കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് തുല്യമായൊരു പങ്കാളിത്തമുണ്ട്. അപ്പോൾ BJP ചില സമയങ്ങളിൽ പറയും അവരുടെയാണെന്ന് പറയും, LDF പറയും ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നതെന്ന് പറയും. അപ്പോൾ NRHM ഫണ്ടിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം. പക്ഷേ ആരാണോ പ്രാദേശികമായി നമ്മുടെ നിയമസഭ നമ്മളുടെ MLA ആയി വരുന്നത് അവരാണ് ഇതിലേക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടത്. അങ്ങനെ നമുക്ക് നമ്മളുടെ ഗീതാഗോപി ആയാലും CC3 MLA ആയാലും അവരുടെ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് അവിടെ ലാബ് കെട്ടിടം വന്നത്. അപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തന്നെ പുതിയ ഒരു കെട്ടിടം, നേരത്തെ സുരേഷ് ഗോപിയുടെ 50 ലക്ഷം ഇല്ലാതായി പോയ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ റദ്ദാവാത്ത രീതിയിൽ അടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം ലഭിച്ചാൽ അവിടെ ഒരു പുതിയ കെട്ടിടം ഞങ്ങൾ വാഗ്ദാനം നൽകുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിൽ തന്നെയാണ് അവനിശ്ശേരിയിലെ മത്സരം. അത് മത്സരം എന്ന് പറയുന്നത് നമുക്കറിയാം. അതായത് ഞാൻ പറയട്ടെ നിലവിലൊരു മെമ്പർ, ഇപ്പം ഞാനൊരു മെമ്പറായിരുന്നു, വളരെ ആത്മാർത്ഥമായി മെമ്പർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു 10ാം ക്ലാസ് SSLC +2 നമ്മളുടെ റിസൾട്ട് വന്നു. ആ കുട്ടികൾക്ക് ഒരു സമ്മാനദാന ചടങ്ങ്, +2 കുട്ടികൾ ഫുൾ A+ അല്ല ജയിച്ച ആളുകൾക്ക് മുഴുവൻ. അതുപോലെ തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവരെ പോയി നമ്മൾ കണ്ട് അവർക്ക് വേണ്ടതായ മുഖ്യമന്ത്രി ധനസഹായം, പട്ടികജാതി വകുപ്പിൻ്റെ ധനസഹായം, റവന്യൂ മന്ത്രിയുടെ ധനസഹായം അങ്ങനെ നമ്മൾ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരുപാട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, റോഡ് വികസനമായോട്ടെ മറ്റു ഇതര കാര്യങ്ങളായോട്ടെ പെൻഷനായോട്ടെ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു മെമ്പർ ആക്റ്റീവായി നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 5 വർഷം കഴിഞ്ഞാൽ ആ മെമ്പറെ ആ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കും. മനസ്സിലായോ? അല്ല ഞാൻ പറയട്ടെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത് 5 വാർഡിലെ ജനപ്രതിനിധികൾ വളരെ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ട് ഒരുപാട് ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, LDFന്റെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നിങ്ങൾ തന്നെ പല ക്യാമ്പുകളും ഷൂട്ട് ചെയ്തു. നേത്ര പരിശോധന ക്യാമ്പുകൾ, ഡെന്റൽ ക്യാമ്പുകൾ, മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പറയുന്ന ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞു പെൻഷൻ കൊടുക്കുന്ന കാര്യം പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ സമൂഹത്തിലുള്ള എല്ലാവരുടെയും ഉന്നമനം ക്ലെയിമിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 5 വർഷം വളരെ ആക്റ്റീവായി നിന്ന ഒരു പഞ്ചായത്ത് മെമ്പറെ ആ ജനങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 5 സീറ്റിൽ സ്ഥാനാർത്ഥി ഈ പറയുന്ന സ്ഥാനാർത്ഥി ഇപ്പൊ നിങ്ങളൊന്ന് വന്ന് പരിശോധിക്കാം, ഞങ്ങളുടെ വാർഡിലെ റോഡുകളുടെ സ്ഥിതി ഒന്ന് വന്ന് പരിശോധിക്കാം. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മെമ്പറാ 5 വർഷം നന്നായി പ്രവർത്തിച്ചാൽ ജയിക്കുമെന്ന് പറയുന്ന മെമ്പർ, ആ മെമ്പറെ ഇപ്പോ ഇലക്ഷന് പ്രചരണത്തിൽ നടത്തുന്നില്ല. ഞാൻ അനാവശ്യമായ ആരോപണം ഉന്നയിക്കാതെ നിൽക്കുകയാണ്. ആവശ്യമില്ലാതെ നമ്മളോട് പറയിപ്പിക്കുക. ആ മെമ്പറെ വെച്ചിട്ട് അവിടെ പ്രവർത്തിക്കുന്നില്ല. സ്ഥാനാർത്ഥിയുടെ കൂടെ വോട്ട് ചോദിക്കാൻ ഇറക്കുന്നില്ല ആ മെമ്പറെ. എന്തൊരു കഷ്ടമാണെന്ന്, ഗതികേടാണെന്ന് ആലോചിക്കണം. നമ്മളൊരു ഭാഗ്യം ചിന്തിക്കുമ്പോ ഒരു നാണയത്തിന്റെ 2 വശം, നാണയത്തിന്റെ 2 വശം നമ്മളൊന്ന് നോക്കണം. നിങ്ങൾ പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ്. അതായത് വളരെ ആത്മാർത്ഥമായി ജനങ്ങളെ ഏൽപ്പിച്ച ആളുകൾ എല്ലാവരും ആത്മാർത്ഥത്തിൽ ചെയ്യില്ല. നേരത്തെ വക്കീൽ പറഞ്ഞു എല്ലാവരും പണിയെടുത്ത ആളുകളെ ജനങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല. 5 സീറ്റ് നിലവിൽ LDF ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഒരുപാട് വികസനങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ MLA യിലും സംസ്ഥാന ഗവൺമെന്റിലും ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച് നടപ്പാക്കിയ വാർഡുകളാണ് LDFന്റെ 5 വാർഡുകൾ. ഈ 5 വാർഡിനകത്ത് ഈ വാർഡിന് അപ്പുറത്തേക്ക് ഞങ്ങൾ 5 വാർഡുകളിൽ ജയിച്ച് 10 വാർഡ് ലഭിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ അവനിശ്ശേരി സ്വന്തമായി ഭരിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിന്റെ കൃത്യമായ അവനിശ്ശേരി ഗ്രാമപഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം ഇന്ന് വരെ കോൺഗ്രസ് DIC സഖ്യമുണ്ടാവാത്ത കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും അധികാരത്തിൽ വരാത്ത പാർട്ടിയുടെ വ്യാമോഹം എന്നല്ലാതെ എന്ത് പറയാൻ സാധിക്കും?
പഞ്ചായത്ത് രൂപീകൃതമായ അന്ന് മുതൽ 10 വർഷം ജനപ്രതിനിധിയായ നിലയ്ക്ക് ആ കൃത്യമായ കാഴ്ചപ്പാടിൽ സംസാരിച്ചതാണ്. 10 സീറ്റിലേക്ക് എത്തി. നല്ല കാഴ്ചപ്പാടാണ്. പറ്റില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ 3 വാർഡിൽ മാത്രം വിജയിച്ച് നിൽക്കുന്ന കോൺഗ്രസിന് ഒരിക്കലും 7 വാർഡ് വിജയിച്ച് കയറാൻ സാധിക്കില്ല. അത് അവരുടെ വ്യാമോഹം. പക്ഷെ 5 വാർഡിൽ ജയിച്ച് നിൽക്കുന്ന ആളുകൾക്ക് നമ്മളെ 16 വാർഡിലുള്ള അവണിശ്ശേരി പഞ്ചായത്തിനകത്ത് സ്വന്തമായി ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ 9 സീറ്റിന്റെ ആവശ്യമുള്ളൂ. ഈ 9 സീറ്റ് കിട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഇല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഞങ്ങളെ പല വാർഡുകളും കഴിഞ്ഞ തവണ ഞങ്ങൾ 3ാം സ്ഥാനത്തേക്ക് പോയ പല വാർഡുകളുണ്ട് ഞങ്ങൾ. പക്ഷെ അവിടെയൊക്കെ ഈ തവണ വളരെ വലിയ തോതിലുള്ള രാഷ്ട്രീയ പോരാട്ടം നടക്കാൻ പോകുന്നത് വളരെ വലിയ പാർട്ടികൾക്കും ഞങ്ങൾക്കില്ല. കൃത്യമായി പഠിച്ച ശേഷം ഏറ്റവും പ്രഗത്ഭരായ ആളുകളെ അല്ലെങ്കിൽ കൃത്യമായ അറിവുള്ള ആളുകളെ പുതുമുഖങ്ങളെ UDF-നെ സംബന്ധിച്ച് പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ശക്തരായ ചില പ്രസിഡന്റ് ഭരിക്കുന്ന ചില വാർഡുകളിലേക്ക് പുതുമുഖങ്ങളെയൊക്കെ നിർത്താൻ പരീക്ഷിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. നല്ല കാര്യം തന്നെ. തീർച്ചയായിട്ടും മിടുക്കികളായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നമ്മൾ LDF-ന്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ അനുഭവ സമ്പത്തും പുതുമുഖങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതായത് LDF-ന്റെ നിലവിലുണ്ടായിരുന്ന CPIM-ന്റെ പാലിശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK മോഹൻ മത്സരരംഗത്താണ്. ശരി. ചേർപ്പ് CPI-യുടെ സെക്രട്ടേറിയറ്റ് മെമ്പറും ദീർഘകാലം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന KA പ്രദീപ് മത്സരരംഗത്താണ്. ശരി. അങ്ങനെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൃശ്ശൂർ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരാള് അവണിശ്ശേരി പഞ്ചായത്തിന്റെ പ്രധാന ഒരു വാർഡിലേക്ക് മത്സരിക്കുകയാണ്, ജില്ലാ പഞ്ചായത്തായിട്ടുള്ളത്. അതുപോലെ തന്നെ അവണിശ്ശേരി കുടുംബശ്രീ ചെയർപേഴ്സൺ ആയിട്ടുള്ള വ്യക്തി അവണിശ്ശേരി പഞ്ചായത്തിന്റെ വാർഡിൽ മത്സരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ ഓരോ സ്ഥാനാർത്ഥികളെയും നിങ്ങൾ പരിശോധിക്കുമ്പോൾ ദീർഘകാലം വൈസ് പ്രസിഡന്റ് ആയിരുന്ന ആള്, പഞ്ചായത്ത് മെമ്പർമാരായ ആളുകൾ, ഇവരൊക്കെ ഈ തവണ മത്സരിക്കുകയാണ്. ഏറ്റവും ഇത്രയും കാലം അവണിശ്ശേരി കാണാത്ത രീതിയിലുള്ള വലിയ പോരാട്ടമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തവണ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ മുന്നണി ഈ ഒരു കോൺഗ്രസിന്റെ സഹായമില്ലാതെ നിലനിൽക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അവണിശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ BJP ഭരണത്തെ അറുതി വരുത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ്. തീർച്ചയായിട്ടും ആ മറുപടി ഇവരുടെ കൂടെ ഇനി ഇവരായിട്ട് ഒരു തരത്തിലുള്ള തീർച്ചയായിട്ടും അന്ന് ഞങ്ങൾ ചെയ്ത മാന്യത, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഇവർ പറഞ്ഞത് BJP-യും CPM കോൺഗ്രസും ഞങ്ങളുടെ ശത്രുക്കളാണെന്നാ. ഞങ്ങൾ പ്രാദേശികമായിട്ട് ശത്രുത വെച്ചിട്ടല്ല അവിടെ വോട്ട് ചെയ്തത്. ഞങ്ങൾ പ്രാദേശികമായിട്ട് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് എതിർപ്പ് നോക്കി കാണുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് എന്താ? BJP എന്ന് പറയുന്ന വർഗീയ ശക്തികളെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷകളൊക്കെ നമുക്ക് നല്ലതാണ്. എല്ലാവർക്കും ഞങ്ങൾക്ക് ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടാവും. ഭാരതീയ ജനതാ പാർട്ടി വർഗീയ ശക്തികളെ അവണിശ്ശേരിയുടെ മണ്ണിൽ നിന്ന്, തൃശ്ശൂരിൽ BJP ഭരിക്കുന്ന ഏക പഞ്ചായത്തായിട്ടുള്ള അവണിശ്ശേരിയുടെ മണ്ണിൽ നിന്നും വർഗീയ ശക്തികളെ തൂത്തെറിയുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. ഞങ്ങളുടെ വികസന തുടർച്ച നടത്താൻ സാധിക്കാത്ത 10 വർഷങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്ത ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇവിടെ ആ BJP-യുടെ പ്രതിനിധി പോലും ഇവിടെ വരാതിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ചർച്ച സമാപനത്തിലേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ട വോട്ടർമാരോട് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിലേക്ക് തന്നെ വരികയാണ്. അവണിശ്ശേരിയിലെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി BJP-യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി കടുത്ത പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. അതിനകത്ത് 1-2 സീറ്റുകളിൽ UDF നമുക്ക് പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ പ്രദേശങ്ങളിലെ വികസന കാഴ്ചപ്പാട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ കീഴ്പ്പെടുത്തി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുമായി ഈ മത്സരരംഗത്ത് നിൽക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 10 വർഷം അവർ എന്ത് ചെയ്തു, ഇവിടുത്തെ LDF-ന്റെ MLA, മന്ത്രി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എന്ത് ചെയ്തു എന്ന് 2 തട്ടിൽ നമ്മൾ നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. പ്രാദേശികമായ തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് മിക്ക നമ്മളെ പൊതുജനങ്ങളും ഇങ്ങനെ പ്രിയപ്പെട്ട വോട്ടർമാരും അതൊരു രാഷ്ട്രീയ അംഗമായിട്ടോ രാഷ്ട്രീയ പോരാട്ടമായിട്ടോ കാണുന്നില്ല. ചിലവർ അവർ ഉദ്ദേശിക്കുന്നത് ആർക്കാണോ കഴിവ്, ഇന്ന് ജനപ്രതിനിധിയായി വരുന്ന ആളുകൾക്ക് നല്ല ശേഷിയും കഴിവും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രത്യേക താല്പര്യവും ഉണ്ടാകണം. അല്ലാതെ വെറുതെ ഒരു മെമ്പറായി 5 വർഷം ജനങ്ങൾ സഹിക്കുക എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ അവബോധത്തോടുകൂടി ആളുകൾക്ക് കൃത്യമായി കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി അവരുടെ കയ്യിലേക്ക് കൊടുക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന
ജനപ്രതിനിധികളെയാണ് ഇന്ന് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ആ തരത്തിലുള്ള ജനപ്രതിനിധികളാകുന്നതിന് വേണ്ടിയുള്ള ആളുകളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് 16 വാർഡിലും മത്സരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളും അതോടൊപ്പം തന്നെ SFIയുടെ ഒക്കെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന CS സംഗീതാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി വരുന്നത്. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സംഗീത് വളരെ ആക്റ്റീവായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ വിജയിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെ വിജയിപ്പിക്കുന്നതിനും അതുപോലൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ വിജയിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു പൊതുജന റാലി ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന ആനക്കല്ലിൽ. ആ റാലിയോടും കഴിയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ LDF അവണിശ്ശേരിയിൽ എന്താ പറയുക ഭരണ നേട്ടത്തിലേക്ക് എത്തുമെന്നുള്ളതിന് ഒരു തർക്കമില്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. വോട്ടർമാർ LDFനോടൊപ്പം തന്നെ അണിചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് ഈ നാട്ടിനു വേണ്ടി ചെയ്ത പ്രവൃത്തികൾ, അതിനുശേഷം അവസാനത്തെ കോൺഗ്രസിൻ്റെ ഭരണസമിതി കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്ത പ്രവൃത്തികൾ, അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ എല്ലാം നിങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കണം. അതിനുശേഷം കഴിഞ്ഞു വന്ന BJP ഭരണസമിതികൾ ഈ നാട്ടിൽ എന്താണ് വികസനം കൊണ്ടുവന്നത്, ദത്തെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ സുരേഷ് ഗോപി MP നമ്മുടെ പഞ്ചായത്തിലേക്ക് കടന്നു വന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ അത് നോക്കിക്കണ്ടത്. അതിനുശേഷം ലോക്സഭ MP ആയപ്പോഴും അദ്ദേഹം വീണ്ടും പഞ്ചായത്ത് ദത്തെടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തം കുട്ടിയോടുള്ള ഇഷ്ടം ദത്തെടുത്ത കുട്ടിയോട് അദ്ദേഹത്തിന് ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇത്രമാത്രം ഒരു അവഗണന ആ പഞ്ചായത്തിനോട് കാണിക്കാനുണ്ടായത്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ വോട്ടർമാരോട് പറയുന്നു, ഇലക്ഷൻ ആണ് നമ്മൾ നേരിടുന്നത്, തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. 3 രാഷ്ട്രീയ കക്ഷികളാണ് പ്രധാനമായിട്ടും അവണിശ്ശേരിയിൽ മത്സരരംഗത്തുള്ളത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവരവരുടെ രാഷ്ട്രീയം പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് വന്നിട്ട്. ഞങ്ങളും ഞങ്ങളുടെ രാഷ്ട്രീയം പറയുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വിജയം അവകാശപ്പെടാനായിട്ട് അവകാശമുണ്ട്. അവസാന ദിവസം വരെ എല്ലാവർക്കും അവകാശപ്പെടാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ പ്രബുദ്ധരായ വോട്ടർമാർ, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഉള്ള പ്രദേശങ്ങളിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ, BJP ഭരണസമിതി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ വാർഡിലേക്ക് വോട്ട് ചോദിച്ചു വരുന്ന പ്രതിനിധികളോട് ചോദിക്കുക. കോൺഗ്രസിൻ്റെ പ്രതിനിധികളോട് ചോദിക്കുക, കോൺഗ്രസിൻ്റെ ആളുകൾ എന്താണ് ഈ നാട്ടിൽ കൊണ്ടുവന്നത്. ആ മറുപടിയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ, കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വികസന പ്രവർത്തനങ്ങളിൽ തൃപ്തരാണെങ്കിൽ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കും അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടി അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 16 UDF സ്ഥാനാർത്ഥികൾക്കും ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന 3 UDF സ്ഥാനാർത്ഥികൾക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറിച്ച് പറയുമ്പോൾ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. മിടുക്കനായ ഒരു സാരഥിയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രളയം വന്നപ്പോഴും കോവിഡ് മഹാമാരി വന്നപ്പോഴും ഓടി നടന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മിടുക്കനായിട്ടുള്ള ഒരു ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹത്തെ ജില്ലാ പഞ്ചായത്തിലേക്ക് 25-ാം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങളുടെ ജനപ്രതിനിധികൾ എല്ലാവർക്കും മത്സരിക്കുന്ന എല്ലാ മെമ്പർമാർക്കും സ്ഥാനാർത്ഥികൾക്കും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചു നിർത്തുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ചർച്ച എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ സമയത്ത് ഇതുപോലെ തദ്ദേശവുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടത്തുന്നുണ്ടാവാം. കേരളത്തിലെ ഒരുപക്ഷെ ഒരു ചാനലിലും ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി ഇല്ലാതെ ചർച്ച പോയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് ഈ മീഡിയ 4-ൽ മാത്രമായിരിക്കാമെന്ന് മാത്രം ഒരു നിർഭാഗ്യമെന്ന് ഒരു അവതാരകൻ എന്ന രീതിയിൽ ഞാൻ പറയുന്നു. മറ്റുള്ള നിരവധി ആളുകളൊക്കെ ആയിട്ട് നിരന്തരം കാണുകയും സംസാരിക്കുകയും ഒപ്പം ചർച്ചകളിലൊക്കെ അവതരണത്തിന് ഇരിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് വല്ലാത്തൊരു വിഷമമുണ്ട്. കാരണം ഒരു ചർച്ചയിൽ ബന്ധപ്പെട്ട് ആ ചർച്ചയിൽ ആശയ സംവാദമാണ് വേണ്ടത്. ആശയങ്ങളാണ്, ഇത്തരം കാര്യങ്ങളിലൂടെ പൊതുജനത്തിന് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. അത്തരം ചോദ്യങ്ങൾക്ക് അവർക്ക് അതിന് പറയാൻ മറുപടി ഇല്ലാത്തതിന്റെ ഒളിച്ചോട്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതെന്ത് തന്നെയാവട്ടെ, എങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു വിഷമം കൂടി ഞങ്ങൾ ഇതിൽ പങ്കിടുന്നു. എനിവേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര ബാധകമല്ല. ഞങ്ങളെ സംബന്ധിച്ച് ജനപക്ഷത്താണ് മാധ്യമപ്രവർത്തനം ഞങ്ങൾ നടത്തുന്നത്. അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ചോദിക്കാനുള്ളത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അത് ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കല്ല, മറിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ഒരു ചർച്ചയിലേക്ക് കടന്നു വന്ന ശ്രീ K. പ്രദീപ്, ശ്രീ അനീഷ് എന്നിവർക്ക് ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച് നന്ദി പറയുകയാണ്. ഈ ഒരു നിമിഷം ഞങ്ങൾ ഇതുപോലൊരു ഉദ്യമത്തെക്കുറിച്ച് എന്തെങ്കിലും. വളരെ നല്ല രീതിയിലാണ് നിങ്ങളുടെ ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. കാരണം ആളുകൾക്ക് വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതമാണ് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ. വോട്ടർമാരെ മുഴുവൻ, ഇപ്പോൾ ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ മത്സരിക്കുന്ന വാർഡിൽ പോലും മുഴുവൻ വോട്ടർമാരെ, ഏകദേശം 1400-ൽ താഴെ വോട്ടർമാരുണ്ട്. അവരെ മുഴുവൻ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല. കാരണം അവർ പല സ്ഥലങ്ങളിൽ ജോലിക്ക് പോകുന്നു, രാവിലെ പോകുന്നു, വൈകിട്ട് നേരം വൈകി വരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ തിരക്ക് പിടിച്ചൊരു ജീവിത രീതിയാണ്. അതിനകത്ത് സ്ഥാനാർത്ഥി 10 തവണയും 15 തവണയൊക്കെ ചെല്ലുന്ന ചില ആളുകൾക്ക് വളരെ താല്പര്യക്കുറവാണ് കാണുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളിൽ നടക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥിയുടെ കാര്യം മാത്രം നോക്കി
ഒരു 10 തവണയും 15 തവണയും അവനെ ചിറ്റിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ ആളുകളും ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ചർച്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് വരുന്ന 5 വർഷം അവരുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾ, ചെറിയ ചെറിയ വികസന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ വലിയ ഒരു ആകാശം താഴെ എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും ഒരു പഞ്ചായത്ത് ജനപ്രതിനിധിക്കില്ല. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കോവിഡ് സമയത്തും പ്രളയം ഉണ്ടായ സമയത്തും അവരുടെ വീടിനകത്തെ ആളുകൾക്ക് ഒരു ആവശ്യം വരുന്ന സമയത്തും ആരാണോ ഈ ജനപ്രതിനിധി, ഇപ്പോൾ ഒരു മരണം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഒരു ആംബുലൻസ് എത്തിച്ചു കൊടുക്കണം, ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ബന്ധപ്പെടണം. ഒരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചികിത്സയ്ക്ക് ബന്ധപ്പെട്ട എന്തെങ്കിലും സഹായങ്ങൾ കാര്യങ്ങളൊക്കെ വല്ല ചെയ്തു കൊടുക്കേണ്ടി വരും. ആ രീതിയിലുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ നിറവേറ്റാൻ പറ്റുന്ന ഒരാളാണോ ഞങ്ങൾ ഇനി തിരഞ്ഞെടുക്കേണ്ട 5 വർഷത്തെ ജനപ്രതിനിധി എന്ന രീതിയിലും അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംശയങ്ങളുണ്ടായാൽ അത് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള ശേഷിയുള്ള ജനപ്രതിനിധി തന്നെയാണോ ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വോട്ടർമാർ ചിന്തിക്കുന്നത്. ആ ചിന്തിക്കുന്ന ആളുകൾക്ക് വലിയൊരു കാഴ്ചപ്പാട് നിങ്ങളുടെ മീഡിയ ഫോറം ചർച്ചയിലൂടെ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. എന്താ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഓരോ മുന്നണികളും, ഇനി അവർ ഉദ്ദേശിക്കുന്നത് ഏതുതരം പ്രവർത്തനങ്ങളാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്, അങ്ങനെ തുടങ്ങി കാര്യങ്ങൾ ജനങ്ങൾക്കൊരു എന്താ പറയുക ഒരു ചെറിയ രീതിയിലെങ്കിലും മനസ്സിലാക്കാനായിട്ടുള്ള നിങ്ങളുടെ വലിയ തരത്തിലുള്ള ഈ പ്രവർത്തനത്തിന് നല്ല രീതിയിലുള്ള ഒരു വിശ്വാസം ഞാൻ തരാണ്. തീർച്ചയായിട്ടും മീഡിയ ഫോറിനെ സംബന്ധിച്ച് മാത്രമല്ല സമൂഹത്തിന് വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഏജൻസി ആയിട്ടാണ് ഞാൻ മാധ്യമങ്ങളെ കാണുന്നത്. ആ മാധ്യമധർമ്മം നമുക്കറിയാം. ഇപ്പോൾ മാധ്യമങ്ങളുടെ അതിപ്രസരം കൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ റീച്ചിനും മറ്റും വേണ്ടിയിട്ട് തന്നെ പല ന്യൂസുകളും ഒരുപാട് ദിവസങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ മീഡിയ ഫോറിനെ സംബന്ധിച്ചിടത്തോളം ഒരു 15 വർഷം മുമ്പേ തൊട്ട് എനിക്ക് ഫൈസലുമായിട്ടുള്ള അടുപ്പമുണ്ട്. അന്ന് തൊട്ടേ ഈ സമൂഹത്തിലെ ഓരോരോ വിഷയങ്ങളിൽ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ, രാഷ്ട്രീയക്കാരുടെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, സാധാരണക്കാരൻ്റെ ഒരു വീട്ടിൽ വളരെ സാധുവായിട്ടുള്ളൊരു സ്ത്രീ, അവർക്ക് ഭക്ഷണം മേടിക്കാനും മരുന്ന് മേടിക്കാനും സാഹചര്യമില്ല. ഈ പറയുന്ന സംഭവം പൊതുജനത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ ഒരു വാർഡ് മെമ്പർ വിചാരിച്ചാൽ ഒരു പക്ഷേ ആ വാർഡിലെ 1-2 പൈസയുള്ള ആളുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുപോലുള്ള മാധ്യമ ധർമ്മങ്ങൾ, ഇടപെടലുകൾ അത് വളരെയധികം പ്രശംസനീയമാണ്. അതുപോലെ തന്നെ മീഡിയ ഫോറിന്റെ തുടർന്നുള്ള എല്ലാ സംരംഭങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തായാലും LDF-നും UDF-ന്റെയും പ്രതിനിധി ഇവിടെ വരികയും ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു. മറ്റൊരു പഞ്ചായത്തിൽ ഇല്ല, മറിച്ച് ബ്ലോക്കിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത്. വല്ലച്ചിറയും അവണിശ്ശേരിയും പാറളവും ചേർപ്പുമെല്ലാം ഈ കുറി തീ പാറുന്നൊരു പോരാട്ടമായിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഇതിൽ അവണിശ്ശേരി ഉറ്റുനോക്കുന്നത് വലിയൊരു കടുത്ത മത്സരത്തിൽ തന്നെയാണ് 3 മുന്നണികൾ നിൽക്കുന്നത്. ആ 3 മുന്നണികൾക്കും ഞങ്ങൾ മീഡിയ ഫോറിൻ്റെ ഭാവുകങ്ങൾ നേരുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.